സന്തോഷിക്കുന്നു. ಇವತ್ತು ಈ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರಲಿಕ್ಕೆ ನನಗೆ ಬಹಳ ಸಂತೋಷ ಇದೆ. പ്രിയ ചില സഹോദരങ്ങളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അനേക മീറ്റിങ്ങുകളിൽ അവരുടെ സാന്നിധ്യവും അവരുടെ സ്നേഹവും അനുഭവിച്ചിട്ടുണ്ട്. ಕೆಲವು ಪ್ರಿಯ ಸಹೋದರರ ಪರಿಚಯ ನನಗಿದೆ. ಅನೇಕ മീറ്റിങ്ങുಗಳಲ್ಲಿ കൂട്ടಗಳಲ್ಲಿ ನಾನು ಅವರನ್ನು ಸಂಧಿಸಿದ್ದೇನೆ ಮತ್ತು ಅವರ ಪರಿಚಯ ಇದೆ. പ്രിയ കേശവ് എന്നെ വളരെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുകയും തൻ്റെ വിവാഹത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എൻ്റെ സാന്നിധ്യം വളരെ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ಸಹೋದರ ಕೇಶವ ಅವರು ಅವರ ವಿವಾಹಕ್ಕೆ ನಾನು ಬರಬೇಕೆಂಬುದಾಗಿ ಬಯಸಿದರು. ನಮಗೆ ಒಂದು ಹತ್ತಿರದ ಒಂದು സംബന്ധ ಇದೆ. എന്നാൽ ഈ സന്ദർഭത്തിൽ കടന്നു വരുവാനും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಇಲ್ಲಿಗೆ ಬಂದು ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರಲಿಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ದಕ್ಕಾಗಿ ನನಗೆ ಬಹಳ ಸಂತೋಷ ಇದೆ. എന്നെ പരിചയപ്പെടുത്തിയ സഹോദരൻ അജീഷ് ചില കാര്യങ്ങൾ പറയുവാനിടയായി. ನನ್ನನ್ನು ಪರಿಚಯಿಸಿದ ಸಹೋದರ ಅಜೀಶ್ ಅವರು ಕೆಲವೊಂದು ಮಾತುಗಳನ್ನು ಹೇಳಬೇಕೆಂಬುದಾಗಿ ಕೇಳಿಕೊಂಡಿದ್ದರು. ഇന്നലെ വൈകിട്ട് ഞാൻ കൂടി വന്ന കോൺഗ്രിഗേഷനിൽ പറഞ്ഞെങ്കിലും ഒരു വാക്ക് ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ಸಂಜೆಯ ಕೂಟಕ್ಕೆ ನಾವು ಬಂದಾಗ ನಾನು ಕೆಲವು ಸಂಗತಿಗಳನ್ನು ಹೇಳಿದ್ದೆ. ಮತ್ತೊಂದು ಸಾರಿ ಸ್ವಲ್ಪ ಮಟ್ಟಿಗೆ ಹೇಳಲಿಕ್ಕೆ ಬಯಸುತ್ತೇನೆ. കേരളത്തിൽ ക്രാരിയേലി എന്ന സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ടു. കേരളದಲ್ಲಿರುವ ക്രാരിയേൽ ಎಂಬ ಸ್ಥಳದಲ್ಲಿ ಹುಟ್ಟಿ ಅಲ್ಲಿ ಬೆಳೆದವನು. 13ാമത്തെ വയസ്സിൽ കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. 13ನೇ ವಯಸ್ಸಿನಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಅಂಗೀಕರಿಸಿದ್ದೆ. 15ാമത്തെ വയസ്സിൽ ജലത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. 15ನೇ ವಯಸ್ಸಿನಲ್ಲಿ ದೇವರಾಜ್ಞೆಗೆ ಅನುಸಾರವಾಗಿ ನೀರಿನಲ್ಲಿ ಮುಳುಗಿ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಂಡು ಕರ್ತನನ್ನು ಮಹಿಮೆಪಡಿಸಿದೆ. ദൈവവചനം പഠിക്കണമെന്ന താല്പര്യത്തോടെ 19ാമത്തെ വയസ്സിൽ ഞാൻ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോളേജ് ചെന്നൈയിൽ വരുവാനിടയായി. ದೇವರ ವಾಕ್ಯವನ್ನು ಕ್ರಮವಾಗಿ ಕಲಿಯಬೇಕು ಎಂಬ ಒಂದು ಆಸೆಯಿಂದ 19ನೇ ವಯಸ್ಸಿನಲ್ಲಿ ಚೆನ್ನೈಯಲ್ಲಿರುವ ಹಿಂದೂಸ್ತಾನ್ ಬೈಬಲ್ ಇನ್ಸ್ಟಿಟ್ಯೂಟ್ ಎಂಬ ಸಂಸ್ಥೆಯಲ್ಲಿ ನಾನು ಸೇರಿದೆ. 3 വർഷം അവിടെ പഠിപ്പാനിടയായി. 3 ವರ್ಷಗಳ ಕಾಲ ನಾನು ಅಲ್ಲಿ ಓದಲಿಕ್ಕೆ ನನಗೆ ಅವಕಾಶ ಸಿಕ್ಕಿತು. തുടർന്ന് ദൈവം തന്ന ആത്മഭാരത്താൽ ഇന്ത്യയുടെ വിദൂര സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്ക് പോകാനായിട്ടുള്ള ഭാരത്തോടെ കടന്നു പോകാനായിട്ടിടയായി. ದೇವರು ಕೊಟ್ಟ ಭಾರಕ್ಕನುಸಾರವಾಗಿ ದೂರದಲ್ಲಿರುವ ಒಂದು ಸ್ಥಳದಲ್ಲಿ ಕರ್ತನನ್ನು ಸೇವಿಸಬೇಕೆಂಬ ಉದ್ದೇಶದಿಂದ ನಾನು ಹಾದು ಹೋದೆ. 1989 ഓഗസ്റ്റ് 27-ാം തീയതി എനിക്ക് മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. 1989 ಇಸವಿ ಆಗಸ್ಟ್ ತಿಂಗಳು 27ನೇ ತಾರೀಕು ನಾನು ಮರೆಯಲಾರದ ಒಂದು ದಿವಸವಾಗಿದೆ. എൻ്റെ സഭയിലുള്ള ചില സഹോദരന്മാർ എന്നെ വീട്ടിൽ വന്ന് ನನ್ನ ಸಭೆಯಲ್ಲಿರುವ ಕೆಲವು ಸಹೋದರರು ನನ್ನ ಮನೆಗೆ ಬಂದರು. പ്രാർത്ഥിച്ച് എന്നെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ ಅವರು ಪ್ರಾರ್ಥಿಸಿ ನನ್ನನ್ನು ಸೇವೆಗೆ ಕಳುಹಿಸುವಾಗ അന്ന് എനിക്ക് കമന്റേഷനെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. ಅವತ್ತು ಶಿಫಾರಸಿನ ಕುರಿತಾಗಿ ನನಗೆ ಯಾವ ಅರಿವು ಇರಲಿಲ್ಲ. അതുകൊണ്ട് സഹോദരന്മാർ പ്രാർത്ഥിച്ചയച്ചു എന്നല്ലാതെ കമന്റേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരുവിധ ഗ്രാഹ്യവുമില്ലാതെയാണ് ഞാൻ മിഷണറി ആയിട്ട് ഗ്രേറ്റ് നിക്കോബാറിലേക്ക് കടന്നുപോയത്. ಅಲ್ಲಿರುವ ಸಹೋದರರು ಪ್ರಾರ್ಥಿಸಿ ಗ್ರೇಟ್ ನಿಕೋಬಾರ್ ಎಂಬ ಆ ಒಂದು ದ್ವೀಪಕ್ಕೆ ನಾನು ಸೇವೆಗೆ ಹೋದೆ. ಅಂದ ಸಂದರ್ಭದಲ್ಲಿ ಈ ಶಿಫಾರಸಿನ ಕುರಿತಾಗಿ ಎಲ್ಲ ಹೆಚ್ಚು ಗ್ರಹಿಕೆ ನನಗಿರಲಿಲ್ಲ. വീണ്ടും 5 വർഷങ്ങൾക്ക് ശേഷം 1995 മീമ്പാറ സഭ എന്നെ കർത്താവിന്റെ വേലയിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും അവരെന്നെ ആ നിലയിൽ കമന്റ് ചെയ്യുവാനും കമന്റേഷൻ എന്ന രീതിയിൽ അവർ ഉൾക്കൊള്ളുവാനും ഇടയായി. 1995ನೇ ಇಸವಿಯಲ್ಲಿ ಮೀಂಬಾರ ಎಂಬ ಸ್ಥಳ ಸಭೆಯು ನನ್ನನ್ನು ಶಿಫಾರಸುಪಡಿಸಿ ಎಲ್ಲರಿಗೂ ಪರಿಚಯಪಡಿಸುವಂತಹ ಆ ಕಾರ್ಯ ಜರುಗಿತ್ತು. കഴിഞ്ഞ 35 വർഷക്കാലം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. ಕಳೆದ 35 ವರ್ಷಗಳ ಕಾಲ ಅಂಡಮಾನ್ ನಿಕೋಬಾರ್ ದ್ವೀಪ ಸಮೂಹದಲ್ಲಿ ಕರ್ತನ ಸೇವೆಯನ್ನು ಮಾಡುತ್ತಾ ಬರುತ್ತಿದ್ದೇನೆ. ദൈവം തന്ന ഭാരം റീച്ച് ദി അൺറീച്ച്. ಅಂದರೆ ದೇವರು ನನಗೆ ಕೊಟ್ಟಿರುವ ಭಾರ ಏನೆಂದರೆ ಸುವಾರ್ತೆ ತಲುಪಿದ ಸ್ಥಳಗಳಲ್ಲಿ ಹೋಗಿ ಸುವಾರ್ತೆಯನ್ನು ಸಾರಬೇಕು ಎಂಬುದು. എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഗോ ടു ദ റിമോട്ടസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ಎಲ್ಲಿಗೆ ಹೋಗಬೇಕು ಎಂಬ ಪ್ರಶ್ನೆಯನ್ನು ದೇವರನ್ನ ಕೇಳಿದಾಗ ದೇವರು ಹೇಳಿದರು, ಯಾರು ಹೋಗಲಾರದ ಅಥವಾ ದೂರದ ಸ್ಥಳಕ್ಕೆ ನೀನು ಹೋಗಬೇಕು ಎಂಬುದಾಗಿ. കഴിഞ്ഞ 35 വർഷക്കാലം അത് പാലിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. 35 ವರ್ಷಗಳ ಕಾಲ ಈ 35 ವರ್ಷಗಳು ಆ ಒಂದು ಆಜ್ಞೆಯನ್ನ ನೆರವೇರಿಸಲಿಕ್ಕೆ ವಿಧೇಯನಾಗಲಿಕ್ಕೆ ದೇವರು ನನಗೆ ಸಹಾಯ ಮಾಡಿದನು. ಅನೇಕ ಆತ್ಮಗಳെ നേടുവാനിടയായി. ಅನೇಕ ಆತ್ಮಗಳನ್ನು ಸಂಪಾದಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. സ്ഥല സഭകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനിടയായി. ಸ್ಥಳೀಯ ಸಭೆಗಳು ಸ್ಥಾಪನೆ ಮಾಡಲಿಕ್ಕೆ ಸಹಾಯವಾಯಿತು. സ്ഥല സഭകൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇടയായി. ಸ್ಥಳೀಯ ಸಭೆಗಳಿಗೆ ಬೇಕಾದ ಕ್ರಮಬದ್ಧ ಅಥವಾ ಕ್ರಮಗಳನ್ನ ಕಲಿಸಿಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. നിക്കോബാറിൽ ഇന്ന് നമുക്ക് 4 അസംബ്ലി ഗ്യാദറിംഗ്സ് ഉണ്ട്. ನಿಕೋಬಾರ್ ಎಂಬ ದ್ವೀಪದಲ್ಲಿ ಇವತ್ತು ನಮ್ಮ 4 സഭಗಳು ಇದಾವೆ. അവിടെയുള്ള പ്രവർത്തന സഹോദരന്മാരെ ഏൽപ്പിച്ചിട്ട് വീണ്ടും ആൻഡമാൻ ദ്വീപിലേക്ക് വരുവാനിടയായി. ಅಲ್ಲಿರುವ ಸೇವೆಯನ್ನ ಅಲ್ಲಿಯ ಸಹೋದರರ ವಹಿಸಿಬಿಟ್ಟು ನಾನು ಅಂಡಮಾನ್ ಎಂಬ ದ್ವೀಪಕ್ಕೆ ನಾನು ಬಂದೆ.
ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുമ്പോൾ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ಅಂಡಮಾನ್ ನಿಕೋಬಾರ್ ಎಂಬುದಾಗಿ ಒಟ್ಟಾಗಿ ಕರೆಯುವುದರಿಂದ ಆ ಸ್ಥಳದ ಪರಿಚಯ ನಮ್ಗೆ ಇಲ್ದಿರೋದ್ರಿಂದ ನಾನು ವಿವರಿಸ್ತೇನೆ. ഏകദേശം 1000 കിലോമീറ്റർ നെടുനീളത്തിൽ ബേ ഓഫ് ബംഗാളിൽ പരന്നു കിടക്കുന്ന ദ്വീപ സമൂഹങ്ങളാണ് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. 1000 ಕಿಲೋಮೀಟರ್ ಉದ್ದಕ್ಕೆ ಹರಿದು ಅಂದರೆ ಅದು ಇರುವಂತಹ ಒಂದು ಬೇ ಆಫ್ ಬೆಂಗಾಲ್ ಎಂಬ ಸಮುದ್ರದ ದಡದಲ್ಲಿ ಅಥವಾ ಸಮುದ್ರದ ಕರಾವಳಿಯಲ್ಲಿ 1000 ಕಿಲೋಮೀಟರ್ ಉದ್ದಕ್ಕಿರುವ ಒಂದು ದ್ವೀಪವೇ ಅಂಡಮಾನ್ ನಿಕೋಬಾರ್ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಸ್ಥಳ. സുനാമിക്ക് മുൻപ് 572 ദ്വീപുകൾ ഉണ്ടായിരുന്നു. ಸುನಾಮಿ ಬರುವುದಕ್ಕಿಂತ ಮುಂಚೆ 573 ದ್ವೀಪಗಳು ಅಲ್ಲಿತ್ತು. ഇപ്പോൾ 800-ലധികം ദ്വീപുകളുണ്ട് എന്ന് കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ಈ ಸುನಾಮಿಯ ನಂತರ ಸುಮಾರು 800ಕ್ಕಿಂತ ಹೆಚ್ಚು ദ്വീപുകളಲ್ಲಿದೆ എന്ന് പറഞ്ഞാൽ ഈ ദ്വീപിന്റെ നോർത്തേൺ സൈഡ് 3 മീറ്റർ ലിഫ്റ്റപ്പായി, ಸದರ್ನ್ ಸೈಡ್ 3 ಮೀಟರ್ ഇരുന്നു. ಸುನಾಮಿಯ ನಂತರ ಏನಾಯಿತು ಅಂದರೆ ಉತ್ತರ ಭಾರತದಲ್ಲಿ ಒಂದು 3 ಮೀಟರ್ ಉದ್ದವಾಯಿತು, ಅದು ಬೆಳೆಯಿತು ಮತ್ತು ಅದರ ಇನ್ನೊಂದು ಭಾಗದಲ್ಲಿ ಅಷ್ಟೇ ಕೆಳಗಡೆ ಇಳಿಯಿತು. ഈ മേളിലേക്ക് ഉയർന്ന ഭാഗത്ത് ഒരുപാട് ചെറിയ ദ്വീപുകൾ ഇപ്പോൾ കാണായി വന്നു. ಈಗ ಎತ್ತರದಲ್ಲಿ ಎತ್ತಲ್ಪಟ್ಟಿರುವ ಆ ದ್ವೀಪದಲ್ಲಿ ಸಣ್ಣ ಸಣ್ಣ ದ್ವೀಪಗಳು ಈಗ ಕಾಣಿಸ್ತಾ ಇದೆ. ആൻഡമാൻ ദ്വീപിലിരുന്ന് ഗ്രേറ്റ് നിക്കോബാറിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ ಅಂಡಮಾನ್ ದ್ವೀಪಿನಿಂದ ಗ್ರೇಟ್ ನಿಕೋಬಾರ್ ಎಂಬ ದ್ವೀಪಕ್ಕೆ ನೀವು ಪ್ರಯಾಣ ಮಾಡುವುದಾದರೆ 4 ദിവസം കപ്പലിൽ യാത്ര ചെയ്യണം. ಹಡಗಿನಲ್ಲಿ 4 ದಿವಸ ನೀವು ಪ್ರಯಾಣ ಮಾಡಬೇಕು. അതുകൊണ്ടാണ് നിക്കോബാർ ദ്വീപിൽ 4 അസംബ്ലി ഉണ്ടെന്ന് പറഞ്ഞത്. ಆದ್ದರಿಂದಲೇ ನಿಕೋಬಾರ್ ದ್ವೀಪಿನಲ್ಲಿ 4 ಸಭೆಗಳಿದೆ ಎಂಬುದಾಗಿ ನಾನು ഇപ്പോൾ ഞാൻ ആൻഡമാൻ ദ്വീപുകളിലാണ്. ಈಗ ನಾನು ആൻഡമാൻ ദ്വീപ ಸಮೂಹದಲ್ಲಿ ಇದ್ದೇನೆ. അവിടെ 2 അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ദൈവം കൃപ കാണിച്ചു. ಅಲ್ಲಿ 2 ಸಭೆಗಳು ಸ್ಥಾಪಿಸಲಿಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಿದರು. அந்த 2 സഭകൾക്ക് ഓവർസൈറ്റ് ചെയ്യുവാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ಆ ಸಭೆಗಳನ್ನ ಮೇಲ್ವಿಚಾರಣೆ ಮಾಡಲಿಕ್ಕೆ ಬೇಕಾದ ಕೃಪೆಯನ್ನು ದೇವರು ತೋರಿಸುತ್ತಾ ಇದ್ದಾನೆ. അവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ಅಲ್ಲಿಯ ಸೇವೆಗಳನ್ನು ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸಿ. 7 ദൈവദാസന്മാർ അവിടെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു. ಆ ಒಂದು ಪ್ರಾಂತ್ಯದಲ್ಲಿ 7 ದೇವರ ಸೇವಕರು ದೇವರ ಸೇವೆಯನ್ನ ಮಾಡುತ್ತಿದ್ದಾರೆ. 10 ലോക്കൽ ചർച്ചസ് നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ಅಲ್ಲಿ 10 ಸ್ಥಳೀಯ ಸಭೆಗಳು ಸ್ಥಾಪಿಸಲ್ಪಟ್ಟಿದೆ. എല്ലാ സഭകൾക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ಎಲ್ಲ ಸಭೆಗಳಿಗಾಗಿಯೂ ದಯವಿಟ್ಟು ಪ್ರಾರ್ಥಿಸಿರಿ. ആൻഡമാനിലെ എല്ലാ സഭകളുടെയും എല്ലാ കർത്തൃദാസന്മാരുടെയും വന്ദനം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരികയാണ്. ಆಂಡಮಾನಲ್ಲಿರುವ ಎಲ್ಲ ಸಭೆಗಳು ಅಲ್ಲಿರುವ ದೇವರ ದಾಸರ ಆ ವಂದನೆಗಳನ್ನ ನಾನು ನಿಮಗೆ ಹಂಚುವವನಾಗಿದ್ದೇನೆ. 1968 എം ജോസഫ് അങ്കിൾ ആൻഡമാനിലെ പൈനിയർ ആയിട്ട് അവിടെ കടന്നു ചെന്നു. 1968 ಇಸ್ವಿಯಲ್ಲಿ ಎಂ ಜೋಸಫ್ ಎಂಬ ದೇವರ ಸೇವಕರು ಮೊಟ್ಟ ಮೊದಲನೇದಾಗಿ ಅಲ್ಲಿ ಸೇವೆಗೆ ಹೋದರು. ആ ദേവദാസൻ ഇന്ന് 88 വയസ്സുള്ളവനായി ക്ഷീണിതനായി കഴിയുന്നു. ಆ ಸಹೋದರರು ಈಗ ಇಳಿ ವಯಸ್ಸಿನಲ್ಲಿ ಸುಮಾರು 82 ವರ್ಷದ ವಯಸ್ಸಿನವರಾಗಿ ಅಲ್ಲಿ ಅವರು ವಿಶ್ರಾಂತಿಯನ್ನ ತಗೊಳ್ತಿದ್ದಾರೆ. ആ പ്രിയ ദേവദാസനോട് പ്രാർത്ഥിക്കുക. ಆ ದೇವರ ದಾಸರನ್ನು ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನೆನಪು ಮಾಡಿಕೊಳ್ಳ್ರಿ. 89 ഞാനും ബ്രദർ ജോൺ മാത്യുവും നിക്കോബാറിലെ പൈനിയേഴ്സ് ആയിട്ട് കടന്നു പോകാനിടയായി. 1989 ಇಸ್ವಿಯಲ್ಲಿ ಚೆನ್ನೈಯಲ್ಲಿರುವ ಜಾನ್ ಮ್ಯಾಥ್ಯೂ ಮತ್ತು ನಾನು ಅಲ್ಲಿ ಸೇವೆಗಾಗಿ ಹೋದೆ. ഈ അവിടെ മറ്റ് ഉള്ള 7 ദൈവദാസന്മാരെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കുക. ಅಲ್ಲಿರುವ ದೇವದಾಸರುಗಳನ್ನು ನೆನೆಸಿ ನೀವು ಪ್ರಾರ್ಥನೆ ನೆನಪು ಮಾಡಿಕೊಳ್ಳ್ರಿ. ഇന്നത്തെ സന്ദേശം ഇംഗ്ലീഷിൽ പറയണം എന്നാണ് എനിക്ക് ആദ്യത്തെ നിർദ്ദേശം. ಮೊದಲನೇ ನನಗೆ ಸಿಕ್ಕಿರುವ ಮಾಗದಿ ಏನೆಂದರೆ ಆಂಗ್ಲ ಭಾಷೆಯಲ್ಲಿ ಸಂದೇಶ ಕೊಡಬೇಕೆಂಬುದಾಗಿ. ബാക്കി എല്ലാ മെസ്സേജസും തമിഴിൽ പറയണം എന്നായിരുന്നു ആരംഭത്തിലെ നിർദ്ദേശം. ಪ್ರಾರಂಭದಲ್ಲಿ ನನಗೆ ಹೇಳಿದಂತಹ ಮೊದಲನೇದು ಆಂಗ್ಲ ಭಾಷೆಯಲ್ಲಿ, ಉಳಿದವುಗಳೆಲ್ಲ ತಮಿಳಲ್ಲಿ ಮಾತಾಡಬೇಕೆಂಬುದಾಗಿ ಕೇಳಿಕೊಂಡಿದ್ದರು. ഇന്നലെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ മലയാളത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. ನಿನ್ನೆ ನಾನು ಸಂದೇಶ ಕೊಡ್ಲಿಕ್ಕೆ ಬಂದಾಗ ಮಲಯಾಳಂದಲ್ಲಿ ಮಾತಾಡಿ ಎಂಬುದಾಗಿ ಕೇಳ್ಕೊಂಡ್ರು. ഇന്ന് രാവിലെയും മലയാളത്തിലേക്ക് അഗൈൻ സംസാരിക്കാനായിട്ട് നിർദ്ദേശം നൽകി. ಇವತ್ತು ಕೂಡ ಬೆಳಗ್ಗೆ ಮಲಯಾಳಂನಲ್ಲಿ ಮಾತನಾಡಬೇಕೆಂಬುದಾಗಿ ಕೇಳಿಕೊಂಡಿದ್ದರು. എന്റെ ഭാഷയുടെ പ്രശ്നമല്ല, ನನ್ನ ಭಾಷೆಯ ಸಮಸ್ಯೆಯಲ್ಲ, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആളുകളുടെ സൗകര്യത്തിനൊത്ത് എന്നെ അങ്ങ് തള്ളിവിടുന്നു. ಅಂದ್ರೆ ಭಾಷಾಂತರ ಮಾಡುವವರ ಅನುಕೂಲಕ್ಕೆ ಅನುಸಾರವಾಗಿ ನನ್ನನ್ನು ಅವರು ಬದಲಾಯಿಸ್ತಾ ಇದ್ದಾರೆ ಅಂತ ನಾನು ಭಾವಿಸ್ತೇನೆ. ഞാൻ തമിഴ്നാട്ടിൽ പോയാൽ ഒരു തമിഴ് സ്പീക്കറാണ്. ತಮಿಳುನಾಡಿಗೆ ಹೋದರೆ ನಾನು ತಮಿಳಲ್ಲಿ ಮಾತನಾಡ್ತೇನೆ. ആൻഡമാൻസിൽ ഞാൻ ഒരു ഹിന്ദി സ്പീക്കറാണ്. ಅಂಡಮಾನ್ ನಿಕೋಬಾರ್ ದ್ವೀಪಿನಲ್ಲಿ ನಾನು ಹಿಂದಿ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡ್ತೇನೆ. കേരളത്തിൽ പോയാൽ ഞാൻ മലയാളം സ്പീക്കറാണ്. ಕೇರಳದಲ್ಲಿ ಮಲಯಾಳಂನಲ್ಲಿ ಮಾತನಾಡ್ತೇನೆ. ഇന്ത്യക്ക് വെളിയിൽ പോയ സ്ഥലങ്ങളിൽ
രാജ്യങ്ങളിലെല്ലാം ഞാനൊരു ഇംഗ്ലീഷ് സ്പീക്കറാണ്. ಹೊರಗಡೆ ಹೋದರೆ ನಾನು ಆಂಗ್ಲ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡ್ತೇನೆ. ഒരു ഭാഷയിലും പ്രാവീണ്യമില്ല, എങ്കിലും സംസാരിപ്പാൻ ദൈവകൃപ നൽകുന്നു. ಯಾವ ಭಾಷೆಯಲ್ಲೂ ನಾನು ತಲ್ಲಿನನು ಅಥವಾ ಪ್ರವೀಣನು ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, ಆದರೆ ಎಲ್ಲ ಭಾಷೆಯಲ್ಲೂ ನಾನು ಮಾತನಾಡ್ತೇನೆ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ കാര്യങ്ങളെ വ്യക്തമാക്കുവാനായിട്ട് ഇന്ന് രാവിലെയും ദൈവത്തിന് കഴിയും. ಆದರೆ ದೇವರಾತ್ಮನು ಕಾರ್ಯ ಮಾಡಿದರೆ ಈ ಬೆಳಗಿನ ಜಾವ ಕೂಡ ದೇವರಾತ್ಮನು ಕಾರ್ಯ ಮಾಡುವವನಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ ನಾವು ನಂಬೋಣ. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ആവശ്യമായ സന്ദേശത്തിന് ദൈവസന്നിധിയിലേക്ക് കടന്നിയെല്ലാം ಈ ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ದೇವರ ವಾಕ್ಯದ ಸಂದೇಶಕ್ಕಾಗಿ ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ ನಾವು ಬರೋಣ. എനിക്ക് 5 മെസ്സേജ് ഉള്ളത് കൊണ്ട് ഞാനൊരു ഭാഗം പ്രത്യേകം എടുത്താണ് ഈ മീറ്റിംഗുകളിൽ സംസാരിക്കുന്നത്. 5 ಸಂದೇಶಗಳು ಇರುವುದರಿಂದ ಪ್ರತ್ಯೇಕವಾದ ಒಂದು ಭಾಗವನ್ನು ಆರಿಸಿಕೊಂಡು ಅದರಿಂದ ಮಾತನಾಡಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. തെസ്സലോനിക്ക ലേഖനമായിരുന്നു ഇന്നലെ ആരംഭിച്ചത്. ನನ್ನೆ ನಾನು ತೆಸಲೋನಿಕ ಪತ್ರಿಕೆಯಿಂದ ಪ್ರಾರಂಭ ಮಾಡಿದೆ. 1 തെസ്സലോനിക്കർ, ಮೊದಲನೇ ತೆಸಲೋನಿಕದವರು ಬರೆದ ಪತ್ರಿಕೆ. അതിന് 5 അധ്യായങ്ങളുണ്ട്. ಅದಕ್ಕೆ 5 ಅಧ್ಯಾಯಗಳುಂಟು. ഒന്നാമത്തെ അധ്യായത്തിന്റെ പരാമർശം ಮೊದಲನೇ ಅಧ್ಯಾಯದ ಪ್ರಸ್ತಾವ തെസ്സലോനിക്ക ജനം മാതൃകയുള്ളവരായിരുന്നു. ತೆಸಲೋನಿಕೆಯಲ್ಲಿ ಇರುವ ಜನರು ಮಾದರಿಯ ಉಳ್ಳವರಾಗಿದ್ದರು. രണ്ടാമത്തെ അധ്യായത്തിൽ ಎರಡನೇ ಅಧ್ಯಾಯದಲ್ಲಿ തെസ്സലോനിക്കയിലെ ജനങ്ങൾ ചലിപ്പിക്കുന്നവരായിരുന്നു. ಎರಡನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುವಾಗ ചലനാത്മകവാದ കാര്യಗಳನ್ನು ಮಾಡುವವರಾಗಿದ್ದರು. മൂന്നാമത്തെ അധ്യായത്തിൽ ಮೂರನೇ ಅಧ್ಯಾಯದಲ್ಲಿ അവർ സ്ഥിരതയുള്ളവരായിരുന്നു. ಮೂರನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅವರು ಸ್ಥಿರತೆಯುಳ್ಳವರಾಗಿದ್ದರು. നാലാമത്തെ അധ്യായത്തിൽ ನಾಲ್ಕನೇ ಅಧ್ಯಾಯದಲ್ಲಿ അവർ വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിരുന്നു. ಅವರು ಪರಿಶುದ್ಧತೆಯಲ್ಲಿ ಜೀವಿಸುವವರಾಗಿದ್ದರು. അഞ്ചാമത്തെ അധ്യായത്തിൽ ಐದನೇ ಅಧ್ಯಾಯದಲ್ಲಿ അവർ സമയങ്ങളെ കാലങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരായിരുന്നു. ಅವರು ಸಮಯಗಳ ಕುರಿತಾಗಿಯೂ ಕಾಲಘಟ್ಟಗಳ ಕುರಿತಾಗಿಯೂ ಅರಿವುಳ್ಳವರಾಗಿದ್ದರು. ഒന്നാം അധ്യായത്തിലെ കാര്യം ഞാൻ ഇന്നലെ വൈകിട്ട് പരാമർശിപ്പാനിടയായി. ಮೊದಲನೇ ಸಂದೇಶದ ಸಾರಾಂಶವು ನನ್ನೆ ಸಾರಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. അവർ നല്ല മാതൃകയുള്ളവരായിരുന്നു. ಅಲ್ಲಿರುವ ವಿಶ್ವಾಸಿಗಳು ಒಳ್ಳೆಯ ಮಾದರಿಯವರಾಗಿದ್ದರು. അഖായിലും മക്കോദനിയിലും പരിസര പ്രദേശങ്ങളിലുള്ള സകലർക്കും മാതൃകയുള്ളവരായിരുന്നു. അഖായിലും ಮತ್ತು മക്കദോനിയದಲ್ಲಿ ಇರುವವರು ಎಲ್ಲರಿಗೂ ಅವರು ಮಾದರಿಯಾಗಿದ್ದರು. വീണ്ടും അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് വരുമെങ്കിൽ എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. ಅಂದರೆ ಹೊರಗಡೆ ಇರುವ ಎಲ್ಲರಿಗೂ ನಿಮ್ಮ ನಂಬಿಕೆಯ ಕುರಿತಾಗಿ ನಿಮ್ಮ ನಂಬಿಕೆಯು ಪ್ರಸಿದ್ಧವಾಗಿದೆ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രസിദ്ധി അളക്കപ്പെടേണ്ടത്. ನಮ್ಮ ನಂಬಿಕೆಯ അസ്ഥിവാರದ ಮೇಲೆ ನಮ್ಮ ആത്മീയതയನ್ನ അളತೆ ಮಾಡಬೇಕು. എന്റെ എഡ്യൂക്കേഷന്റെ ബേസിലോ എന്റെ ധനത്തിന്റെ ബേസിലോ എന്റെ സാമുദായിക സ്ഥിതികളുടെ ബേസിലോ അല്ല ഞാൻ പ്രസിദ്ധനാകേണ്ടത്. പ്രത്യുത എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ನನ್ನ ವಿದ್ಯಾಭ್ಯಾಸದ ಆಧಾರದಲ್ಲಿಯೋ ಅಥವಾ ನನ್ನ ಜ್ಞಾನ ಮತ್ತು ನನ್ನ ಶಕ್ತಿ ಅಥವಾ ಸಾಮರ್ಥ್ಯ, ನನ್ನ ಸಮುದಾಯ, ನನ್ನ ಹಿನ್ನೆಲೆ ಈ ಆಧಾರದಲ್ಲಿ ಅಲ್ಲ ಅದನ್ನು ಅಳತೆ ಮಾಡಬೇಕಾದದ್ದು. ഒരു വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ಒಂದು ನಂಬಿಕೆಯ ಜೀವಿತಕ್ಕಾಗಿ ನಾವು ಇಳಿದಿದ್ದೇವೆ. സത്യോപദേശത്തിൽ നിലനിൽക്കുന്നവരായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ಸತ್ಯವಾದ ಬೋಧನೆಗಾಗಿ ದೇವರು ನಮ್ಮನ್ನು ನಿಲ್ಲಿಸಿದ್ದಾನೆ. കഴിഞ്ഞ 35 വർഷക്കാലം ഞാൻ ദീപസമൂഹങ്ങളിൽ ആയിരുന്നപ്പോൾ 35 ವರ್ಷಗಳ ಕಾಲ ಆ ದೀಪ ಸಮೂಹದಲ್ಲಿ ನಾನು ಸೇವೆ ಮಾಡುತ್ತಿರುವಾಗ ഒരുപാട് ഏറ്റ താഴ്വുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ಅನೇಕ ಏರುಪೇರುಗಳನ್ನು ನಾನು ಅನುಭವಿಸಿದ್ದೇನೆ. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ಸಂಕಟದ ಅಥವಾ ಕಷ್ಟದ ಆ ಒಂದು ಹಾದಿಯಲ್ಲಿ ಅಥವಾ ಆ ಅಗ್ನಿಯ ಹಾದಿಯಲ್ಲಿ ನಾನು ಹಾದು ಹೋಗಿದ್ದೇನೆ. വിമർശനങ്ങളുടെ ബഹുത്വത്താൽ ഞാൻ ഒടുങ്ങിപ്പോകുവാനായി സാധ്യത ഉണ്ടായിരുന്നു. ಬಹಳಷ್ಟು ವಿಮರ್ಶನೆಯಿಂದ ಅಥವಾ ಟೀಕೆ ಟಿಪ್ಪಣಿಗಳಿಂದ ನಾನು ಹಾಗೆ ನಾಶವಾಗಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಿತ್ತು. എന്നാൽ എന്നെ പിടിച്ചു നിർത്തിയ ഒരു സത്യമുണ്ട്. ಆದರೆ ನನ್ನನ್ನು ಹಿಡಿದು ನಿಲ್ಲಿಸಿದ್ದು, ಸ್ಥಿರವಾಗಿ ನಿಲ್ಲಿಸಿದ್ದ ಒಂದು ಸತ್ಯ ಇದೆ. ഈ വേർപാട് വിശ്വാസത്തിന് വേണ്ടി ചുവടെടുത്തു വെച്ചു. ಈ ಪ್ರತ್ಯೇಕತೆಯ ನಂಬಿಕೆಗಾಗಿ ನಾನು ಹೆಜ್ಜೆಯನ್ನು ಇಟ್ಟಿದ್ದೇನೆ. ഭൗതിക നന്മകൾക്ക് വേണ്ടി ഞാൻ പിന്നിൽ ഓടുകയില്ല. ಭೌತಿಕ ಒಳ್ಳೆಯತನಕ್ಕಾಗಿ ಭೌತಿಕ ನನ್ಮೆಗಳು ಅಥವಾ മരണം വരെയും ഈ സത്യത്തിന് വേണ്ടി നിൽക്കും. ಮತ್ತೆ ಸಾಯುವ ತನಕ ಇದರಲ್ಲಿರುವ ಸತ್ಯಕ್ಕಾಗಿ ನಿಲ್ಲುತ್ತೇನೆ. അതുകൊണ്ടാണ് സഭകൾ എസ്റ്റാബ്ലിഷ് ആയത്. ಆದ್ದರಿಂದಲೇ ಸಭೆಯು ಅಲ್ಲಿ ಸ್ಥಾಪಿಸಲ್ಪಟ್ಟಿತು. ഉപദേശത്തിലൂടെ ആ സഭ മുൻപോട്ട് പോകാൻ ഇടയാകുന്നത്. ಬೋಧನೆಯಲ್ಲಿ ಆ ಸಭೆಯು ಮುಂದುವರಿತಾ ಇದೆ. ഇന്ന് രാവിലെ നിങ്ങളുടെ മുൻപാകെ വളരെ ധൈര്യത്തോടുകൂടെ പറയുകയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಿಮ್ಮ ಎದುರುಗಡೆ ನಾನು ಬಹಳ ಧೈರ್ಯದಿಂದ ಹೇಳುವಂತಹ ಮಾತು ಏನೆಂದರೆ, പൗലോസ് പറഞ്ഞതുപോലെ എങ്കിലും ഞാൻ ആകുന്നു ദൈവകൃപയാലാകുന്നു. ಹೇಳಿದನು, ನಾನು ಆಗಿರುವುದು ದೇವರ ಕೃಪೆಯಿಂದಲೇ ಎಂಬುದಾಗಿ. ദൈവം തന്റെ വചനത്താൽ എന്നെ നടത്തി. ದೇವರು ತನ್ನ ವಾಕ್ಯದ ಮೂಲಕ ನನ್ನನ್ನು ನಡೆಸಿದನು. ദൈവം തന്റെ ആത്മാവിനാൽ എന്നെ ബലപ്പെടുത്തി. ದೇವರು ತನ್ನ ಆತ್ಮನಿಂದ ನನ್ನನ್ನು ಬಲಪಡಿಸಿದನು. ദൈവം തന്റെ വിശുദ്ധന്മാരാൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ದೇವರು ತನ್ನ ಪರಿಶುದ್ಧರಿಂದ ಅಥವಾ ದೇವ ಜನರಿಂದ ನನ್ನನ್ನು ಬಲಪಡಿಸಿದನು. ദൈവം താൽ മാത്രം സാധിച്ചെടുത്ത ഒരു നന്മ എന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. ದೇವರು ಪ್ರಾರಂಭಿಸಿ ದೇವರು ನಡೆಸಿಕೊಟ್ಟ ದೇವರಿಂದ ಮಾತ್ರ ಸಾಧ್ಯವಾಗುವಂತಹ ಒಂದು ಒಳ್ಳೆಯದು ಮಾತ್ರನೇ ನನ್ನನ್ನು ಕುರಿತಾಗಿ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯ. ഞാൻ ആൻഡമാൻസിലേക്ക് നിക്കോബാറിലേക്ക് കടന്നു ചെന്ന ആദ്യ കാലഘട്ടങ്ങളിൽ
നാളുകളിൽ ನಾನು ನಿಕೋಬಾರ್ ദ്വീപಕ್ಕೆ ಹೋದ ಆರಂಭದ ದಿನಗಳಲ್ಲಿ ആർക്കും എന്നെ അറിയുവാൻ കഴിയില്ല, ആർക്കും എന്നെ വന്നെത്തി കാണുവാനും കഴിയില്ല. ಯಾರು ಸಹ ನನ್ನನ್ನು ಗುರುತಿಸುವವರಿಲ್ಲ, ಯಾರ ಬಳಿಗೆ ನಾನು ಹೋಗಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಿರಲಿಲ್ಲ. എന്നാൽ ഒരേ ഒരു ദൈവം അവൻ ഞങ്ങളെ മറന്നില്ലായിരുന്നു. ಆದರೆ ಒಬ್ಬನೇ ಒಬ್ಬ ಕರ್ತನು ಅಥವಾ ದೇವರು ನಮ್ಮನ್ನು ಮರೆಯಲಿಲ್ಲ. ആ ദൈവത്തിന്റെ പരിപാലനം ഉള്ളിടത്തോളം ഞങ്ങൾ ലജ്ജിപ്പാനും ഇടയായിട്ടില്ല. ದೇವರ ಒಂದು ಸಂಭಾಳಿಕೆ ಅಥವಾ ದೇವರ ಒಂದು ಪರಿಪಾಲನೆ ಇರುವ ತನಕ ನಾವು ಎದುರುಗೊಳ್ಳಬೇಕಾದ ಅಗತ್ಯ ಇಲ್ಲ. ഇന്ന് പ്രിയ കേശവന്റെ കമന്റേഷനോട് ബന്ധത്തിൽ ഈ വാക്ക് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ಸಹೋದರ ಕೇಶವ ಅವರ ಒಂದು ಶುಭಾರ್ಶನ ಕಾರ್ಯಕ್ರಮ ಅದರ ಜೊತೆಯಲ್ಲಿ ಅದರ ಸಂಬಂಧವಾಗಿ ನಾನು ಕೆಲವು ವಿಷಯಗಳನ್ನು ಹೇಳಬೇಕು. അമ്മയും അപ്പനും നമ്മെ ഉപേക്ഷിച്ചാലും, ತಂದೆ ತಾಯಿಯಂದರು ನಮ್ಮನ್ನು ಮರೆತರು, സ്വന്തം സ്ഥലസഭ നമ്മെ മറന്നുവിട്ടാലും, ಸ್ಥಳೀಯ ಸಭೆಯು ನಮ್ಮನ್ನು ಮರೆತರು, സ്നേഹിക്കുന്നവരെല്ലാം നമ്മെ വിട്ട് ഓടിപ്പോയാലും, ನಮ್ಮ ಮಿತ್ರರು ಸ್ನೇಹಿತರು ನಮ್ಮನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋದರು, കരുതേണ്ടവർ നമ്മെ കരുതാതെ പോയാലും, ನಮ್ಮನ್ನು ನೆನೆಸಿಕೊಳ್ಳಬೇಕಾದವರು ಸಹಾಯ ಮಾಡಬೇಕಾದವರು നമ്മോട് കൂടെയുള്ളവരെല്ലാം ഒലിച്ചു പോകുന്നു എന്നൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರುವವರೆಲ್ಲ ಹಾರಿ ಹೋಗ್ತಾ ಇದ್ದಾರೆ ಅಥವಾ ಹರಿದು ಹೋಗ್ತಾ ಇದ್ದಾರೆ ಎಂಬ ಒಂದು ಪ್ರತೀತಿ ನಮ್ಮಲ್ಲಿ ಬಂದರೂ ಸಹ എക്കാലവും നമ്മെ മാറാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം, ഇതാ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കും. ಅಂದ್ರೆ ಸದಾ ನಮ್ಮ ಜೊತೆಯಲ್ಲಿದ್ದು ಲೋಕದ ಸಮಾಪ್ತಿವರೆಗೂ ನಿನ್ನ ಸಂಗಡ ಇರುತ್ತೇನೆ ಎಂಬ ವಾಗ್ದಾನ ಮಾಡಿದ ಕರ್ತನು ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇದಾನೆಂಬ ಅರಿವು ನಮ್ಮನ್ನು ಮುನ್ನಡೆಸುತ್ತದೆ. ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ഭക്തിയിലും ഭയത്തിലും മുൻപോട്ട് പോകുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ. ಆ ನಂಬಿಕೆಯಲ್ಲೂ ಮತ್ತು ಆ ಮಾದರಿಯಲ್ಲೂ ನಂಬಿಕೆಯಲ್ಲೂ ಮುಂದೆ ಹೋಗಲಿಕ್ಕೆ പ്രിയരണ്ണ ದೇವರು സഹായിಸಲಿ. രണ്ടാം അധ്യായത്തിന്റെ സാരാംശങ്ങളെ ഒന്ന് പരിശോധിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ಎರಡನೇ ಅಧ್ಯಾಯದಿಂದ ಕೆಲವು ಸತ್ಯಗಳನ್ನ ನೋಡ್ಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. എന്റെ മുൻപിലുള്ള സമയത്ത് ആ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ನನ್ನ ಮುಂದೆ ಇರುವ ಸಮಯ ಅದು ಸಂಕ್ಷಿಪ್ತವಾಗಿ ಅಥವಾ ಪರಿಮಿತವಾಗಿರುವುದರಿಂದ ಈ ರೀತಿ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. വിശ്വസ്തമായ ദൈവിക ശുശ്രൂഷ, അതാണ് ഈ അധ്യായത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അധ്യായದಿಂದ ನಾವು ಕಲಿಯಬೇಕಾದದ್ದು ಅಥವಾ ಕೇಳಲಿಕ್ಕಿರುವ ಸಂಗತಿ ಏನೆಂದರೆ ನಂಬಿಕೆಯಿಂದ ಕೂಡಿದ ಸೇವೆ. അതിന്റെ രണ്ടാം അധ്യായത്തെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ, ಎರಡನೇ ಅಧ್ಯಾಯದ 1-2 ವಾಕ್ಯಗಳನ್ನು ಓದುವಾಗ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു. ಎರಡನೇ ಅಧ್ಯಾಯ 1-2. ಸಹೋದರರೇ, ನಾವು ಸುಮ್ಮಿಗೆ ನಿಮ್ಮಲ್ಲಿಗೆ ಬರಲಿಲ್ಲ ಎಂಬುದನ್ನು ನಿಮಗೆ ತಿಳಿದಿರುವ ಪ್ರಕಾರ ನಿಮಗೆ ಫಿಲಿಪ್ಪಿ ಪಟ್ಟಣದಲ್ಲಿ ಹಿಂಸೆಯು ಅವಮಾನವು ಮೊದಲು ಸಂಭವಿಸಿದರೂ ನಾವು ನಮ್ಮ ದೇವರ ಮೂಲಕ ಧೈರ್ಯಗೊಂಡು ಬೆಗು ವಿರೋಧವನ್ನು ಅನುಭವಿಸುವವರಾಗಿ ನಿಮಗೆ ದೇವರ ಸುವಾರ್ತೆಯನ್ನು ತಿಳಿಸುವುದೆಂಬುದನ್ನು ನೀವೇ ಬಲ್ಲಿರಿ. ഇവിടെ ഒരു ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണ്. ಇಲ್ಲಿ ಸೇವೆಯ ಕುರಿತು ಹೇಳ್ತಿದ್ದಾರೆ. അത് എന്ത് ശുശ്രൂഷയാണ്? സുവിശേഷത്തിന്റെ ശുശ്രൂഷ. ಈ ಸೇವೆ ಎಂತ ಸೇವೆಯಾಗಿದೆ? ಸುವಾರ್ತೆಯ ಸೇವೆಯಾಗಿದೆ. ആ ശുശ്രൂഷയ്ക്ക് ഉണ്ടാകുന്ന അതിനോട് ചേർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ಆ ಸೇವೆಗೆ ಸಂಬಂಧಪಟ್ಟ ಕಾರ್ಯಗಳ ಕುರಿತಾಗಿ ಇಲ್ಲಿ ಹೇಳ್ತಾ ಇದೆ. അവിടെ പറയുകയാണ്, അപമാനവും കഷ്ടവും അനുഭവിക്കണം. ನಮಗೆ ಅವಮಾನ ಮತ್ತು ಕಷ್ಟಗಳು ಸಂಭವಿಸಿತು. പട്ടുമെത്ത മാത്രമുള്ള ഒരു ശുശ്രൂഷയല്ല ഈ ആത്മീയ ശുശ്രൂഷ. മൃദുവാದ ಹಾಸಿಗೆಯ ಒಂದು ಶುಶ್ರೂಷೆ ಸೇವೆಯಲ್ಲ ಈ ಸೇವೆ. പരിവരുത്ത തലങ്ങളിലൂടെ നടക്കണം. ಬಹಳ ಹೊರಟಾದ ಸ್ಥಳಗಳಲ್ಲಿ ನಡೆಯಬೇಕು. മുള്ളും പരക്കാരെയൊക്കെ ചവിട്ടി മെതിച്ചു വേണം മുൻപോട്ട് പോകുവാൻ. ಮುಳ್ಳುಗಳು ಮತ್ತು ಹೊರಟಾದ ಸ್ಥಳಗಳನ್ನು ತುಳಿದು ನಾವು ಮುಂದೆ ಹೋಗಬೇಕು. വേദന ഒന്നമങ്ങുമ്പോൾ മറ്റൊരു വേദന ഉളവായി വരികയാണ്. ಒಂದು ನೋವು ಶಮಿಸುವಾಗ ಒಂದು ನೋವು ಕಡಿಮೆಯಾಗುವಾಗ ಮತ್ತೊಂದು ನೋವು ಪ್ರಾರಂಭವಾಗ್ತದೆ. പ്രതിബന്ധങ്ങൾ ധാരാളമായി വരുന്നു. ಅನೇಕ ಅಡಚಣೆಗಳು ಮುಂದೆ ಬರುತ್ತದೆ. ഇവിടെ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുകയാണ്, പൗലನು തെസ്സലോനിക്കದಲ್ಲಿರುವ വിശ്വാസിಗಳಿಗೆ ಹೇಳಿದ್ದಾನೆ, സുവിശേഷ ഘോഷണമെന്ന ശുശ്രൂഷയിൽ കഷ്ടവും അപമാനവും ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ആ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുന്നു. ಪೌಲನು ಹೇಳ್ತಿದ್ದಾನೆ, ಸುವಾರ್ಥ ಸೇವೆಯಲ್ಲಿ ಕಷ್ಟಗಳು, ಸಂಕಟಗಳು, ಸಮಸ್ಯೆಗಳು ಇದೆ ಎಂಬ ಅರಿವಿನಿಂದ ಈ ಸುವಾರ್ಥ ಸೇವೆಯನ್ನು ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ഇന്ന് അനേകർക്ക് ധൈര്യമില്ല. ಇವತ್ತು ಅನೇಕರಿಗೆ ಧೈರ್ಯ ಇಲ್ಲ. ഒരു ഇമോഷണൽ ആയിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഉദ്വേഗದಿಂದ ಅನೇಕರು ಕರ್ತನ ಸೇವೆಗೆ ಇಳಿಯುವವರಾಗಿದ್ದಾರೆ. 2000 മിഷണറി കോൺഫറൻസ് തിരുവല്ലയിൽ പായിപ്പാട് നടന്നപ്പോൾ ഞാൻ അതിലൊരു ചലഞ്ചിങ് സ്പീക്കർ ആയിരുന്നു. 2000 ಇಸ್ವಿಯಲ್ಲಿ ಕೇರಳದಲ್ಲಿರುವ ಪಾಯಿಪಾಡ್ ಎಂಬ
ಸ್ಥಳದಲ್ಲಿ ಸೇವೆಗರನ್ನ ಎಪ್ಪಿಸುವಂತಹ ಒಂದು ಸವಾಲಿನ ಕೂಟದಲ್ಲಿ ನಾನೊಬ್ಬ ಸಂದೇಶಕನಾಗಿದ್ದೆ. മിഷൻ ഫീൽഡിൽ നിന്ന് വന്നത് കൊണ്ട് മിഷനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായി. ಸೇವಾ ಕ್ಷೇತ್ರದಿಂದ ಬಂದಿರುವ ಕಾರಣದಿಂದ ಸೇವೆಯ ಕುರಿತಾಗಿ ಹೇಳಲಿಕ್ಕೆ ನನಗೆ ಅಲ್ಲಿ ಆಸ್ಪದ ಸಿಕ್ಕಿತು. പക്ഷേ അനേകർ ചലഞ്ചഡ് ആയി. ಅನೇಕರು ಅದರಿಂದ ಸವಾಲಿಗೊಳಗಾದರು. വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് പേര് പോയി. ಉತ್ತರ ಭಾರತಕ್ಕೆ ಕೆಲವು ಸೇವಕರು ಹೋದರು. പക്ഷേ പോയവരൊക്കെ ആ പോയ സ്പീഡിൽ തിരിച്ചും പോയി. ಹೋದವರೆಲ್ಲರೂ ಅದೇ ಸ್ಪೀಡಿನಲ್ಲಿ ಮರಳಿ ಬಂದರು. എന്താണ് കാരണം എന്നറിയാമോ? ಏನು ಗೊತ್ತೇ? ഒരു ഇമോഷണൽ ആയിട്ട് ഇറങ്ങി തിരിച്ചതാ. ಅಂದ್ರೆ ವೈಕಾರಿಕವಾಗಿ ಅದ ಉದ್ರೇಕದಿಂದ ಅವರು ಆ ಸೇವೆಗೆ ಇಳಿದರು. ധൈര്യപ്പെട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ಅವರು ಧೈರ್ಯದಿಂದ ಸೇವೆಯನ್ನು ಮುಂದುವರಿಸಲಿಕ್ಕೆ ಅವರಿಗೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. മരണമാകട്ടെ ജീവനാകട്ടെ, ಮರಣವಾಗಲಿ ಅಥವಾ ಜೀವವಾಗಲಿ, എനിക്ക് സമൃദ്ധിയാകട്ടെ ദാരിദ്ര്യമാകട്ടെ, ನನಗೆ ಸಮೃದ್ಧಿಯಾಗಲಿ ಅಥವಾ ಬಡತನವಾಗಲಿ, ആരോഗ്യമാകട്ടെ രോഗമാകട്ടെ, ನನಗೆ ಆರೋಗ್ಯ ಇರಲಿ ಅಥವಾ ಕಾಯಿಲೆ ಇರಲಿ, അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ಅನುಕೂಲವಾದ ವಾತಾವರಣವೋ പ്രതികൂലವಾದ ವಾತಾವರಣವೋ, ഒരു നിർണയം ഉണ്ടായിരിക്കണം. ಒಂದು ನಿಶ್ಚಯ ಇರಬೇಕು. ഞാൻ ധൈര്യപ്പെട്ട് പ്രവർത്തിക്കും. ನಾನು ಧೈರ್ಯದಿಂದ ಸೇವೆ ಮಾಡ್ತೇನೆ. എന്റെ കർത്താവിന്റെ വേലയിൽ ഞാൻ പ്രവർത്തന നിരതനായിരിക്കും. ಕರ್ತನ ಸೇವೆಯಲ್ಲಿ ನಾನು ನಿರತನಾಗಿರುತ್ತೇನೆ. എന്നെ അനുവദിക്കുന്ന കാലമത്രയും ഈ മൂക്കിൽ നിന്ന് ജീവശ്വാസം പോകുന്നത് വരെയും എന്റെ കർത്താവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ഞാൻ ധൈര്യപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കും. ದೇವರು ಅನುಮತಿಸುವವರೆಗೂ ನನ್ನ ಮೂಗಿನಲ್ಲಿ ಶ್ವಾಸ ಇರುವವರೆಗೂ ಸಾಧ್ಯವಾಗುವಷ್ಟು ದೇವರ ಸೇವೆಯಲ್ಲಿ ಮುಂದುವರಿಯಬೇಕು. ആ ശുശ്രൂഷയില് ഒരു സന്ദേശമുണ്ട്. There is a message of his ministry. ಈ ಒಂದು ಸೇವೆಯಲ್ಲಿ ಒಂದು ಸಂದೇಶ ಇದೆ. അതെന്താണെന്ന് അറിയുമോ? സുവിശേഷം. ಅದೇ ಸ್ವಾರ್ಥ ಎಂಬುದು. എന്നെ കുറിച്ച് പറയാനല്ല, ನನ್ನನ್ನು ಕುರಿತು ಹೇಳಲಿಲ್ಲ, എന്റെ കുടുംബത്തെ കുറിച്ച് പറയാനല്ല, ಕುಟುಂಬದ ಕುರಿತು, എന്റെ ഓർഗനൈസേഷനെ കുറിച്ച് പറയാനല്ല, എന്റെ ഓർഗനൈസേഷനെ കുറിച്ച് പറയാനല്ല, ಸಂಸ್ಥೆಯ ಕುರಿತಾಗಿ ಹೇಳಲಿಕ್ಕಲ್ಲ. ഓ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയാൻ, ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾಗಿ ಮಾತ್ರ ಹೇಳಬೇಕು. ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയുന്നതിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾಗಿ ಮಾತ್ರ ಹೇಳುವಂತದ್ದು, അതായിരിക്കണം നമ്മുടെ മെസ്സേജ്. ಅದೇ ನಮ್ಮ ಸಂದೇಶವಾಗಿರಬೇಕು. അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ಆ 2ನೇ ಅಧ್ಯಾಯದ 3ನೇ ವಾಕ್ಯದಲ್ಲಿ there should be a motive in the ministry. ಆ ಸಂದೇಶದಲ್ಲಿ ಒಂದು ಗುರಿ ಇರಬೇಕು. ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ಆ ಸೇವೆಯಲ್ಲಿ ಒಂದು ಗುರಿ ಇರಬೇಕು. എന്താണ് ആ ലക്ഷ്യം എന്ന് പറയുകയാണ്? ಆ ಗುರಿ ಏನೆಂಬುದನ್ನು To ಹೇಳಿದ್ದಾರೆ. please God, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ದೇವರನ್ನ ಮೆಚ್ಚಿಸುವಂತದ್ದು. വേലയ്ക്ക് എന്നെ വിളിച്ചത് മനുഷ്യനല്ല, ಸೇವೆಗೆ ನನ್ನನ್ನು ಕರೆದದ್ದು ಮನುಷ್ಯನಲ್ಲ. സുവിശേഷ ഘോഷണത്തിന് എന്നെ വിളിച്ചിറക്കിയത് മനുഷ്യനല്ല, സഭയല്ല. ಸುವಾರ್ಥ ಸೇವೆಗೆ ನನ್ನನ್ನು ನೇಮಿಸಿದ್ದು ಸಭೆಯಲ್ಲ. The Lord who controls me, I should please him. ದೇವರು ಅದನ್ನು ನಿರ್ಣಯಿಸಿದನು, ದೇವರು ನನ್ನನ್ನು ಕಳುಹಿಸಿದನು. വിളിച്ച ദൈവത്തിന് ഞാൻ പ്രസാദിപ്പിച്ചു പോകേണ്ട ഒരു കർത്തവ്യമുണ്ട്. ನನ್ನನ್ನು ಕರೆದ ಕರ್ತನನ್ನು ಮೆಚ್ಚಿಸುವಂತದೇ ನನ್ನ ಜವಾಬ್ದಾರಿಯಾಗಿದೆ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ಅದುವೇ ನಮ್ಮ ಗುರಿಯಾಗಿರಬೇಕು. 4ാമത്തെ കാര്യം, 4ನೇ ವಿಷಯ, the method of the ministry. ಸೇವೆಯ ಒಂದು ರೀತಿ ನೀತಿಗಳು. നാം ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. ನಾವು ಸೇವೆಗೆ ಇಳಿಯುವಾಗ ಕೆಲವು ರೀತಿ ನೀತಿಗಳನ್ನ ಅನುಸರಿಸಬೇಕಾಗಿದೆ. ചിലരെ സംബന്ധിച്ച് അവരുടെ പഴയ സ്വഭാവങ്ങളൊക്കെ ചില സമയത്ത് എഴുന്നേറ്റ് വരും. ಕೆಲವರ ಕುರಿತಾಗಿ ಹೇಳುವಾಗ ಅವರ ಹಳೆಯ ಸ್ವಭಾವಗಳು ಅವಾಗ ಎದ್ದು ಕಾಣುತ್ತದೆ. 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ വായിക്കുന്നു, 2 ಕೊರಿಂಥ್ಯ 5:17 ನಾವು ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ಒಬ್ಬನು ಕ್ರಿಸ್ತನಲ್ಲಿದ್ದರೆ ಅವನು ನೂತನ ಸೃಷ್ಟಿಯಾಗಿದ್ದಾನೆ. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ಹಳೆಯದೆಲ್ಲ ಹೊರಟೋಯ್ತು, ഇതല്ല സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ಎಲ್ಲವೂ ನೂತನವಾಯಿತು. എന്നാൽ ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുമ്പോൾ, ಸೇವೆಯ ಮುಖದಲ್ಲಿ ನಿಲ್ಲುವಾಗ, ചിലരൊക്കെ നമ്മോട് എതിർത്ത് സംസാരിക്കുമ്പോൾ, ಕೆಲವರು ನಮ್ಮನ್ನು ಎದುರಿಸಿ ಮಾತನಾಡುವಾಗ നമ്മുടെ പഴയ മനുഷ്യനാണോ പുതിയ മനുഷ്യനാണോ എന്ന് കണ്ടറിയാൻ പറ്റും. ನಮ್ಮನ್ನು ಎದುರಿಸಿ ಮಾತನಾಡುವಾಗ ನಮ್ಮಿಂದ ಹೊರಗೆ ಬರುವಂತ ಸ್ವಭಾವವು ಹಳೆಯ ಸ್ವಭಾವವೋ ಅಥವಾ ಹೊಸ ಸ್ವಭಾವವೋ ಎಂಬುದನ್ನು ನಾವು ಪರೀಕ್ಷಿಸಬೇಕು. ഞാൻ ധാരാളം വാഹനം ഓടിച്ചു പോകുന്ന ഒരാളാണ്. ನಾನು ಬಹಳಷ್ಟು ಗಾಡಿಯನ್ನು ಚಲಾಯಿಸುವವನಾಗಿದ್ದೇನೆ. 1995 മുതൽ വാഹനം ഓടിക്കുന്ന ആളാണ്. 95ನೇ ಇಸ್ವಿಯಿಂದ ಗಾಡಿ ಓಡಿಸ್ತಾ ಇದ್ದೇನೆ. ഒരുപാട് സന്ദർഭങ്ങളില് ടെൻഷൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ಗಾಡಿ ಓಡಿಸುವಾಗ ನಮ್ಮನ್ನು ಒತ್ತಡಕ್ಕೆ ಒಳಪಡಿಸುವಂತ ಅಥವಾ ನಮ್ಮನ್ನು ಕೋಪಿಸುವಂತಹ ಅನೇಕ ಸಂಗತಿಗಳು ಇರುತ್ತವೆ. ആൻഡമാൻസിലെ ആദ്യ വിശ്വാസി എന്ന് പറയുന്ന ഓർത്തഡോക്സ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു സഹോദരനാണ്. ಆದವನಲ್ಲಿ ಮೊದಲನೆಯ ವಿಶ್ವಾಸಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ಒಂದು ಪಟ್ಟಭದ್ರವಾದ ಒಂದು ಹಿಂದೂ ನಂಬಿಕೆಯಿಂದ ಬಂದಿರತಕ್ಕಂಥ ಒಬ್ಬ ವ್ಯಕ್ತಿ. ആ സഹോദരൻ ക്ഷിപ്രകോപിയ. ಅವನಿಗೆ ಬಹಳ ಕ್ಷಣದಲ್ಲಿ ಕೋಪ ಬರ್ತದೆ. പുള്ളിയാണ് മിക്കവാറും എന്റെ കൂടെ ഇരിക്കുന്നത്. ಆ ವ್ಯಕ್ತಿಯನ್ನೇ ನನ್ನ ಜೊತೆಯಲ್ಲಿ ಅನೇಕ ಸಂದರ್ಭಗಳಲ್ಲಿ ಇರುವಂತದ್ದು. ആരെങ്കിലും സിഗ്നൽ തെറ്റിച്ചു വന്നാൽ, റൂൾസ് തെറ്റിച്ചു വന്നാൽ, ಅಂದ್ರೆ ವಾಹನ ಚಲಾಯಿಸುವಾಗ ಏನಾದರೂ ತಪ್ಪುಗಳು ನಡೆದರೆ ಅಥವಾ ಸಿಗ್ನಲ್ ಅನ್ನು ಉಲ್ಲಂಘಿಸಿದರೆ പെട്ടെന്ന് അങ്ങ് കോപിച്ച ലോക്കൽ ആയതുകൊണ്ട് താനങ്ങ് ബേസ്റ്റ് ആകും. ಅಂದ್ರೆ ಅವ್ರಿಗೆ ಬಹಳ ಕ್ಷಿಪ್ರ ಕೋಪ ಬಂತು. ಅವರು ಸ್ಥಳೀಯರಾದ ಕಾರಣದಿಂದ ಅವರು ಕೋಪದಿಂದ ಮಾತಾಡ್ತಾರೆ. ഞാൻ
തീരെ കോപമില്ലാത്ത ഒരാള്. ನಾನು ಆ ಕೋಪ ಇಲ್ಲದವನಾಗಿ ಅಲ್ಲಿ ಇರ್ತೇನೆ. അവരെന്നെ വന്ന് മുഖത്ത് അടിച്ചാൽ പോലും നോ റെസ്പോണ്ട്. ಅವರು ನನ್ನ ಮುಖಕ್ಕೆ ಹೊಡೆದರೂ ಕೂಡ ನಾನು ಅದನ್ನ പ്രതിരോധിಸುವುದಿല്ല ಅಥವಾ ಪ್ರತಿಕ್ರಿಯೆ ತೋರಿಸುವುದಿಲ್ಲ. നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ ഈ പറയുന്നവൻ പറഞ്ഞിട്ട് അവന്റെ പാട്ടിന് പോകും, ഞാൻ എന്റെ വഴിക്കും പോകും. ನಾವು ಪ್ರತಿಕ್ರಿಯಿಸದೇ ಇರುವಾಗ ಮಾಡುವವರು ಹೇಳುವವರು ಮಾಡಿಬಿಟ್ಟು ಹೋಗ್ಬಿಡ್ತಾರೆ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സുവിശേഷ ഘോഷണത്തിന് ഇറങ്ങുമ്പോൾ എല്ലാം അനുകൂലമായിരിക്കുന്നു എന്നൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ಕ್ರಿಸ್ತಿಯ ಜೀವಿತದಲ್ಲೇ ಆಗಲಿ ಅಥವಾ ಸ್ವಾರ್ಥ ಸೇವೆಯಲ್ಲಿ ಆಗಲಿ ಎಲ್ಲವೂ ನಮಗೆ ಅನುಕೂಲವಾಗಿರುತ್ತದೆ ಎಂಬುದಾಗಿ ನಾವು ನಂಬಬಾರದು. പക്ഷെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അനുകൂലമായിരിക്കുന്ന നമുക്ക് വളരാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ಎರಡು ಸಂಗತಿಗಳನ್ನು ನಾವು ಗಮನಿಸಿದರೆ ಅದರಲ್ಲಿ ನಾವು ಅಭಿವೃದ್ಧಿ ಹೊಂದಲಿಕ್ಕೆ ಬೆಳೆಯಲಿಕ್ಕೆ ನಮಗೆ സഹായകരವಾಗಿರುತ್ತದೆ. അതിന്റെ 3 മുതൽ 6 വരെ വാക്യങ്ങള് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ മൊത്തം വായിക്കാൻ നേരമില്ല. 3ನೇ ವಾಕ್ಯದಿಂದ 6ನೇ ವಾಕ್ಯದ ತನಕ ನೀವು ಗಮನಿಸಿರಿ, ಪೂರ್ತಿ ಓದಲಿಕ್ಕೆ ಸಮಯ ಇಲ್ಲ. അവിടെ പൗലോസ് പറയുകയാണ്, ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ. 7ാമത്തെ വാക്യം, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ಆರ್ದ್ರತೆಯುಳ್ಳವರಾയിരുന്നു. 7ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುವಾಗ ತಾಯಿಯು ತನ್ನ ಮಕ್ಕಳನ್ನು ಪೋಷಿಸುತ್ತಾಳೋ ಎಂಬಂತೆ ನಾವು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವಾತ್ಸಲ್ಯದಿಂದ ನಡೆದುಕೊಂಡಿದ್ದೆವು. അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 9ರಿಂದ 12ನೇ ವಾಕ್ಯದ ತನಕ ನಾವು ಓದುವಾಗ അതിന്റെ 12ാം വാക്യം വായിക്കുകയാണ്. 12ನೇ ವಾಕ್ಯ, ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു. ಕನ್ನಡದಲ್ಲಿ 11ರಿಂದ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತದೆ. ತಂದೆಯು ತನ್ನ ಮಕ್ಕಳಿಗೆ ಹೇಗೋ ಹಾಗೆಯೇ ನಾವು ನಿಮ್ಮಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬನಿಗೂ ಬುದ್ಧಿ ಹೇಳುತ್ತಾ ಧೈರ್ಯಪಡಿಸುತ್ತಾ ತನ್ನ. ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങളെ പറയുകയാണ്, രണ്ട് പേഴ്സണാലിറ്റി. 2 ವ್ಯಕ್ತಿಗಳನ್ನ ಅಥವಾ ವ್ಯಕ್ತಿತ್ವವನ್ನ ಪರಿಚಯ. ഒന്ന് അമ്മ, ആർദ്രതയുള്ള സ്ത്രീ. ಒಂದು ತಾಯಿ, ಆಕೆ ಬಹಳ ಆದರಣೆ ಉಳ್ಳ ಸ್ತ್ರೀ. ശുശ്രൂഷയിൽ ആർദ്രത ഉണ്ടായിരിക്കണം, ಸೇವೆಯಲ್ಲಿ ಆದರಣೆ ಇರಬೇಕು, അലിവുണ്ടായിരിക്കണം, ಕನಿಕರ ಇರಬೇಕು, സ്നേഹത്തിന്റെ പ്രകടനം ഉണ്ടായിരിക്കണം, ಪ್ರೀತಿಯ ಒಂದು ಪ್ರಕಟಣೆ ಇರಬೇಕು, ചേർത്തുകൊള്ളാനുള്ള മനസ്സുണ്ടായിരിക്കണം. ಅಪ್ಪಿಕೊಳ್ಳುವಂತಹ ಒಂದು ಮನೋಭಾವ. ഒരുത്തൻ എന്നെ വിട്ട് ഓടിപ്പോകാനല്ല, പ്രത്യുത എന്നിലേക്ക് അടുത്തു വരുവാനായിട്ട് ഞാൻ ഇറങ്ങി ചെല്ലണം. ಒಬ್ಬನು ನನ್ನನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗಲಿಕ್ಕಲ್ಲ, ಅವನು ನನ್ನ ಬಳಿ ಬರ್ಲಿಕ್ಕೆ ನಾನು ಪ್ರವರ್ತಿಸಬೇಕು. എന്നാൽ രണ്ടാമത്തെ ക്യാരക്ടർ ഇങ്ങനെ പറയും, ഒരപ്പൻ മക്കളെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും. 2ನೆಯ ವ್ಯಕ್ತಿಯ ಗುಣವಿಶೇಷ ಏನೆಂದರೆ, ತಂದೆಯು ತನ್ನ ಮಕ್ಕಳಿಗೆ ಹೇಗೋ ಹಾಗೆಯೇ ನಾವು ನಿಮ್ಮಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬನಿಗೂ ಬುದ್ಧಿ ಹೇಳುತ್ತಾ ಧೈರ್ಯಪಡಿಸುತ್ತಾ ಎಂಬುದಾಗಿ. 3 കാര്യം പറയാം, പ്രബോധിപ്പിക്കണം, ಅಲ್ಲಿ ബുദ്ധി ಹೇಳುವಂತದ್ದು, ഉത്സാഹിപ്പിക്കണം, ഉത്സാഹിಸುವಂತ, സാക്ഷ്യം പറയണം. ಮತ್ತು സാക്ഷിಯಾಗಿರುವಂತದ್ದು. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിൽ എന്റെ ജീവിതത്തെ ഞാൻ മാറ്റി വേണം ആ സമൂഹത്തിലും സമുദായത്തിലും പ്രവർത്തിപ്പാനായിട്ടിടയാകേണ്ടത്. ನಾನು ಹೇಳುವಂತಹ ಸಾಕ್ಷಿಯನ್ನ ಅವರು ಅಂಗೀಕರಿಸಲಿಕ್ಕೆ ಸೂಕ್ತವಾದ ರೀತಿಯಲ್ಲಿ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಬದಲಾವಣೆಯನ್ನ ಅವರು ಕಾಣಬೇಕಾಗಿದೆ. ഒന്നുമില്ലാതെ പോയ യെരൂശലേം നഗരം, ഒന്നും എല്ലാം നശിച്ച ಏನು ಇಲ್ಲದಂತಹ ಹಾಳಾಗಿ ಹೋದಂತಹ ಯೆರೂಸಲೇಮ್ ಪಟ್ಟಣ. നെഹമ്യ ദൈവപുരുഷൻ മുഖാന്തര പട്ടണം പണിയപ്പെട്ടു. ದೇವರ ಸೇವಕನಾದ ನೆಹಮೀಯನ ಮೂಲಕ ಅದು ಕಟ್ಟಲ್ಪಟ್ಟಿತು. ബാഹ്യമായ എല്ലാ ക്രമീകരണങ്ങളും വന്നു കഴിഞ്ഞു, ಹೊರಗಿನ ಎಲ್ಲಾ ಸಿದ್ಧತೆಗಳು ಬಂದಾಯ್ತು. പക്ഷെ ആത്മീയത വന്നില്ല. ಅಲ್ಲಿ ಆತ್ಮೀಯತೆಯೂ ಇರಲಿಲ್ಲ. ആത്മീയത എങ്ങനെ വരും? ಆತ್ಮೀಯತೆ ಹೇಗೆ ಬರುತ್ತದೆ? ദൈവവചനത്താൽ മാത്രമേ ഉള്ളൂ. ದೇವರ ವಾಕ್ಯದಿಂದ ಮಾತ್ರ. Revival is only by the word of God. ಅಂದರೆ ಆತ್ಮೀಯತೆಯು ದೇವರ ವಾಕ್ಯದಿಂದ ಮಾತ್ರ ಬೆಳೆಯಲಿಕ್ಕೆ ಸಾಧ್ಯ. ഇതിനെന്ത് ചെയ്യണം? ನೀವೇನ್ ಮಾಡಬೇಕು? വചനം ശരിയായി പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരണം. ನೀವು ದೇವರ ವಾಕ್ಯವನ್ನು ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಸಾರುವಂತಹ ಒಬ್ಬ ಪ್ರಸಂಗಿಯನ್ನ ಕರೆದರಬೇಕು. നെഹമ്യ കണ്ടു, എസ്രാ ന്യായപ്രമാണത്തിലെ വിദഗ്ധനായ ശാസ്ത്രിയാണ്. ನೆಹಮ್ಯನು ಕಂಡನು, ಹೆಸರನಿಗೆ ದೇವರ ಧರ್ಮಶಾಸ್ತ್ರದಿಂದ ಸರಿಯಾಗಿ ಬೋಧಿಸಲಿಕ್ಕೆ ಬೇಕಾದ ಜ್ಞಾನ ಇದೆ ಎಂಬುದಾಗಿ. എങ്ങനെ വിദഗ്ധനായ ശാസ്ത്രിയായി? ಅವನು ಹೇಗೆ ವಿದಗ್ಧನಾದ ಒಂದು ಶಾಸ್ತ್ರಿಯಾದನು? അവൻ ദൈവവചനം വായിച്ചത് മാത്രമല്ല, ಅವನು ದೇವರ ವಾಕ್ಯವನ್ನು ಓದಿದ್ದು അത് പരിശോധിച്ചത് മാത്രമല്ല, ಪರಿಶೋಧಿಸಿದ್ದು ಮಾತ್ರವಲ್ಲ, അവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയവനും കൂടെ ആയിരുന്നു. ಮತ್ತು ತನ್ನ ಜೀವನದಲ್ಲಿ ಅದನ್ನು ಅಳವಡಿಸಿದ ಒಂದು ವ್ಯಕ್ತಿಯಾಗಿ. അതിനുശേഷമാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരായിരുന്നു. ತದನಂತರವೇ ಅವರು ಬೇರೆಯವರನ್ನ ಬೋಧಿಸಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದ್ದು. ഞാൻ പാലിക്കാത്ത
ഒരു കാര്യം, എന്റെ സമുദായത്തെയും സമൂഹത്തെയും അവരുടെ തോളിൽ വെച്ച് കെട്ടുവാനായിട്ട് ഞാൻ തുനിയരുത്. ನನ್ನ ಜೀವನದಲ್ಲಿ ಇಲ್ಲದಿರತಕ್ಕಂಥ ಒಂದು ಸಂಗತಿಯನ್ನ ನಾನು ಇರುವ ಸಮೂಹದಲ್ಲಿ ಆಗಲಿ ಸಭೆಯಲ್ಲಾಗಲಿ ಅವರ ಹೆಗಲಿನ ಮೇಲೆ ಇಟ್ಟು ಅವರಿಗೆ ಹೊರೆ ಭಾರವನ್ನು ಕೊಡುವಂತ ರೀತಿ ಮಾಡಬಾರದು. പ്രബോധിപ്പിക്കണം, ഉത്സാഹിപ്പിക്കണം, സാക്ഷ്യം പറയണം. ಅಂದರೆ ಬುದ್ಧಿ ಹೇಳಬೇಕು, ಧೈರ್ಯಪಡಿಸಬೇಕು ಮತ್ತು ಸಾಕ್ಷಿ ಹೇಳಬೇಕು. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಒಂದನ್ನು ನಮ್ಮ ನೆನಪಿಗೆ ತರುತ್ತಿದ್ದಾನೆ. 9ാം വാക്യം, 9ನೇ ವಾಕ್ಯ, സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയത്നവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. 9ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನಿಮ್ಮಲ್ಲಿ ಯಾರ ಮೇಲೆಯೂ ಭಾರ ಹಾಕಬಾರದೆಂದು ಹಗಲಿರುಳು ದುಡಿದು ಜೀವನ ಮಾಡಿಕೊಳ್ಳುತ್ತಾ ದೇವರ ಸುವಾರ್ತೆಯನ್ನು ನಿಮಗೆ ಸಾರಿದೆವು. പൗലോസ് പറയുന്നു, തെസ്സലോനിക്ക സഭയെ ഞങ്ങൾ മടിയന്മാരായിരുന്നില്ല. ಪೌಲನು ತೆಸಲೋನಿಕೆ ಸಭೆಯವರನ್ನ ನೋಡಿ ಹೇಳ್ತಿದ್ದಾನೆ, ഞങ്ങൾ രാവും പകലും അധ്വാനിക്കുകയാണ്. ತೆಸಲೋನಿಕೆ ಸಭೆಯವರೇ, ನಾವು ಸೋಮಾರಿಗಳಾಗಿರಲಿಲ್ಲ, ನಾವು ಹಗಲು ರಾತ್ರಿ ದುಡಿಯುವವರಾಗಿದ್ದೆವು. സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന് വേണ്ടി രാവും പകലും അധ്വാനിപ്പാൻ മനസ്സുള്ളവരായിരിക്കണം സുവിശേഷ രണാങ്കണത്തിൽ ഇറങ്ങുന്നവർ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ಸುವಾರ್ಥ ಸೇವೆಯಲ್ಲಿ ಹಗಲು ರಾತ್ರಿ ದುಡಿಯುವುದಕ್ಕೆ ಸಿದ್ಧ ಮನಸ್ಸಿನಿಂದ ಮಾತ್ರವೇ ಸುವಾರ್ಥ ಕಳದಲ್ಲಿ ಅಥವಾ ಸುವಾರ್ಥ ಕ್ಷೇತ್ರದಲ್ಲಿ ಇಳಿಯಬೇಕೆಂಬುದಾಗಿ ಹೇಳ ಬಯಸುತ್ತೇನೆ. എന്റെ ഭാര്യ ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. സഹോദരನ ಪತ್ನಿ ಎಂದಿಗೂ ಪೊಲೀಸ್ ಠಾಣೆಗೆ ಹೋಗಿರಲಿಲ್ಲ. എന്നാൽ ഒരു രാത്രി 2 മണി വരെ ഞാനും ഭാര്യയും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. ಒಂದು ದಿವಸ ರಾತ್ರಿ 2 ಗಂಟೆಯ ತನಕ ಸಹೋದರನು ಮತ್ತು ಅವರ ಪತ್ನಿಯು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಅಲ್ಲಿ ಇರಬೇಕಾಗಿತ್ತು. ഞങ്ങളുടെ കാര്യത്തിനല്ല, ನಮ್ಮ ವಿಷಯಕ್ಕಾಗಿ ಅಲ್ಲ. നമ്മുടെ സഭയിൽ വരുന്ന ഒരു സഹോദരൻ, ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಬರುವಂತಹ ಒಬ್ಬ ಸಹೋದರ, ഭാര്യ ഭർത്താവുമായിട്ട് ഒരു ചെറിയ പിണക്കം, ಅವರ ಪತಿ ಪತ್ನಿಯರ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಸ್ವಲ್ಪ ಜಗಳ. ദേഷ്യം വന്നപ്പോ ചെടിച്ചട്ടി എടുത്തൊരു വീക്ക് കൊടുത്തു. ಕೋಪ ಬಂದಾಗ ಗಂಡನು ಹೆಂಡತಿಯನ್ನ ಕಣ್ಣಿಗೆ ಹೊಡೆದ್ರು. ഈ തല ഇങ്ങനെ പൊളർന്ന് ആ സഹോദരി രക്തം വാർന്ന് സ്റ്റിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ വന്നിരിക്കുക. ಅವರ ಶಿರಸ್ಸು ಇಬ್ಬಾಗವಾಯಿತು, ಅದರಿಂದ ರಕ್ತ ಹರಿಯುತ್ತಾ ಈಗ ಹೊಲಿಗೆ ಹಾಕಿ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡಿದ್ದಾರೆ. ഈ സഹോദരൻ നല്ല പദവിയിലുള്ള ഗവൺമെന്റ് ജോബിലുള്ള ഒരു സഹോദരൻ. ಹೊಡೆದ ಸಹೋದರನು ಒಂದು ಒಳ್ಳೆ ಉನ್ನತ ಸ್ಥಾನದಲ್ಲಿರುವ ಒಬ್ಬ ಅಧಿಕಾರಿ. FIR രജിസ്റ്റർ ചെയ്ത ഈ സഹോദരന്റെ ജോലി പോകും. FIR ರಿಜಿಸ್ಟರ್ ಮಾಡಿದರೆ ಇವರ ಕೆಲಸ ಹೊರಟೋಗುತ್ತೆ. ഈ സഹോദരിക്കോ കുഞ്ഞുങ്ങൾക്കോ ജോലിയില്ല, ഒന്നുമില്ല. ಸಹೋದರಿಗೂ ಮತ್ತೆ ಮಕ್ಕಳಿಗೂ ಕೆಲಸ ಇಲ್ಲ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ನಾನು ಪೊಲೀಸ್ ಠಾಣೆಗೆ ಹೋದೆ. അവിടുത്തെ ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചു. ಅಲ್ಲಿಯ ಇನ್ಸ್ಪೆಕ್ಟರ್ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಿದೆ. FIR രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാം എഴുതി വെച്ചിരിക്കുക. FIR ರಿಜಿಸ್ಟರ್ ಮಾಡ್ಲಿಕ್ಕೆ ಎಲ್ಲ ಬರೆದಿಟ್ಟಿದ್ದಾರೆ. അത് രജിസ്റ്റർ ചെയ്താൽ ഈ മനുഷ്യന്റെ ജോലി പോകും. ರಿಜಿಸ್ಟರ್ ಮಾಡಿದ್ರೆ ಇವರ ಕೆಲಸ ಹೋಗುತ್ತೆ. ഞാൻ ഇൻസ്പെക്ടറോട് ഇങ്ങനെ ചോദിച്ചു, സാറേ ഒരു ചാൻസ് എനിക്ക് തരാവോ? ಇನ್ಸ್ಪೆಕ್ಟರ್ ಹತ್ರ ನಾನು ಒಂದು ಮನವಿ ಮಾಡಿದೆ, ನನಗೆ ಒಂದು ಸಂದರ್ಭ ಕೊಡ್ರಿ. സാറേ നിങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇനി എന്തിനാ എന്ന് എന്നോട് ചോദിച്ചു. ಅವರು ಹೇಳಿದ್ರು, ಇಂತಹ ಮನುಷ್ಯನು ಯಾತಕ್ಕಾಗಿ ಅವನಿಗೆ ಸಹಾಯ ಮಾಡಬೇಕು. ഇങ്ങനെ വട്ടം പിളർന്ന് ഒരുപാട് സ്റ്റിച്ചിട്ട് നിൽക്കുന്ന ಅತಿ ದೊಡ್ಡ ಗಾಯವಾಗಿ ಅನೇಕ ಹೊಲಿಗೆಗಳಾಗಿರುವಂತಹ ಒಂದು ಸ್ತ್ರೀ. ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് തരണം, 1 ನಿಮಿಷ ಕೊಡಿ ನನಗೆ. ഞാൻ ആ സഹോദരിയും വെച്ച് ഞാനും വൈഫ് വരുന്ന സംസാരിച്ചു. ಆ ಸಹೋದರನನ್ನು ಮತ್ತೆ ಆ ಸಹೋದರಿಯನ್ನು ಒಟ್ಟಿಗೆ ಕುಂಡ್ರಿಸಿ ನಾನು ನನ್ನ ಪತ್ನಿಯು ಅಂದ್ರೆ ಸಹೋದರ ಪತ್ನಿಯು ಮಾತನಾಡಿದೆ. ഏകദേശം 1 മണിക്കൂറിന് ശേഷം 1 ಗಂಟೆಯ ನಂತರ ആ സഹോദരി FIR വിത്ഡ്രോ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ಆ FIR ಅನ್ನ ಹಿಂದಕ್ಕೆ ಪಡೆಯಲಿಕ್ಕೆ ಆಕೆ ಮುಂದೆ ಬಂದಳು. ആ സഹോദരന്റെ ആ കോപത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള തനിക്ക് പശ്ചാത്താപം ഉണ്ടായി. ಆ ಸಹೋದರನಿಗೆ ತಾನು ಕೋಪದಿಂದ ವರ್ತಿಸಿದ ರೀತಿಯಲ್ಲಿ ಆತನಿಗೆ ಪಶ್ಚಾತ್ತಾಪ ಉಂಟಾಯಿತು. 2 പേരെയും കൊണ്ട് ഞാൻ ആ ഇൻസ്പെക്ടറെ അടുത്ത് പോയി. ಇಬ್ಬರನ್ನು ಸೇರಿಸಿ ಇನ್ಸ್ಪೆಕ್ಟರ್ ಬಳಿ ಹೋದೆ. ഞാൻ പറഞ്ഞു, ഫർദർ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകാതിരിക്കാൻ ഞാൻ അവർക്ക് ആലോചന കൊടുക്കാം. ನಾನು ಮುಂದೆ ಈ ತರ ಆಗದೆ ಇರುವುದಕ್ಕೆ ನಾನು ಬೇಕಾದ ಬುದ್ಧಿವಾದಗಳನ್ನು ಅವರಿಗೆ ತಿಳಿಸ್ತೇನೆ. എഴുതിയ പേപ്പറെല്ലാം ചുരുട്ടിക്കൊട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതി അവർ 2 മണിക്ക് അവർ വീട്ടിൽ, രാത്രി 2 മണിക്ക് അവർ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. ಅರೆದಿರುವ FIR ಎಲ್ಲ ಅದು ಬರೆದಿರುವ FIR ಎಲ್ಲ ಅರೆದು ಬಿಸಾಕ್ಬಿಟ್ಟು ಹೊಸದಾಗಿ ಒಂದು ಮುಚ್ಚಳಿಕೆ ಬರೆಸಿ ಅವರನ್ನು 2 ಗಂಟೆಗೆ ಅವರ ಮನೆಗೆ ತಲುಪಿಸುವ ಹಾಗೆ ಸಹಾಯವಾಯಿತು. ഇന്ന് കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം. ಇವತ್ತು ಅವರು ಕುಟುಂಬವಾಗಿ ಬಹಳ ಸಂತೋಷದಿಂದ ಜೀವಿಸುತ್ತಿದ್ದಾರೆ. കർത്താവിന്റെ വേല എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ടൊന്നും കാണാനില്ലെങ്കിലും ആർക്കും ഒരു എന്താ പറയുന്നത്, ഒരു പീസ് ഓഫ് എന്ന് പറഞ്ഞാൽ ಲೆಷರಾയിട്ടിരിക്കാൻ കഴിയത്തില്ല. ಅಂದರೆ ಕರ್ತನ ಸೇವೆಯಲ್ಲಿ ಹೊರಗಡೆ ತೋರಲಿಕ್ಕೆ ಅಥವಾ ಕಾಣಲಿಕ್ಕೆ ಅನೇಕ ಸಂಗತಿಗಳು ಇಲ್ಲದರೂ ಸಹ ಅವರು ಏನು ಕೆಲಸ ಇಲ್ಲ, ಬಹಳ ಆರಾಮಾಗಿ ಇರೋಣ ಎಂಬ ರೀತಿಯಲ್ಲಿ ಇರಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದಂತೆ ಇರುವಂತಹ ಕಾರ್ಯವೇ ಕರ್ತನ ಸೇವೆ. ഈ കഴിഞ്ഞ ആഴ്ച, ഈ കഴിഞ്ഞ സൺഡേക്ക് മുൻപുള്ള സൺഡേ
2 ವಾರಗಳ ಹಿಂದೆ ಒಂದು ಭಾನುವಾರ 6:20 എനിക്കൊരു കോൾ വന്നു. 6:20ಕ್ಕೆ ನನಗೆ ಒಂದು ಕರೆ ಬಂತು. നമ്മുടെ സഭയിൽ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരന്റെ പിതാവ് മരണപ്പെട്ടു മെഡിക്കലിൽ. ನಮ್ಮ ಸಭೆಗೆ ಒಬ್ಬನಾಗಿ ರಕ್ಷಣೆ ಹೊಂದಿ ಬಂದಿರತಕ್ಕಂತ ಒಬ್ಬ ಸಹೋದರನ ತಂದೆ ನಿಧನರಾದರು. ആരാധനയ്ക്ക് എല്ലാ ഒരുക്കങ്ങൾ ചെയ്യുന്ന സമയം ಆರಾಧನೆಗೆ ಬೇಕಾದ ಎಲ್ಲ ಸಿದ್ಧತೆಗಳನ್ನು ಮಾಡ್ತಾ ಬರ್ತಾ 10 കിലോമീറ്റർ ദൂരത്തിലുള്ള മെഡിക്കലിൽ ഓടിച്ചെന്നു. 10 കിലോമീಟರ್ ದೂರದಲ್ಲಿರುವ ಅಲ್ಲಿಗೆ ನಾನು ಓಡಿ ಹೋದೆ. ആ ഡെഡ് ബോഡിയുടെ അടുത്ത് താനും തന്റെ മദറും മാത്രമേ ഉള്ളൂ. ಆ ಮೃತದೇಹದ ಬಳಿಯಲ್ಲಿ ಆ ಸಹೋದರನು ಮತ್ತು ಅವರ ತಾಯಿ ಮಾತ್ರ ಇದ್ದಾರೆ. ഞാൻ ചെന്നതിന് ശേഷം വേറെ ഒരു സഹോദരിയും തന്റെ മകളും അവിടെ വന്നു. ಮತ್ತು ನಾನು ಹೋದ ನಂತರ ಇನ್ನೊಂದು ಸಹೋದರಿ ಮತ್ತು ಮಗನು ಅಲ್ಲಿಗೆ ಬಂದರು. 2 മണിക്കൂർ മാത്രമേ ഐസിയുവിലെ ബോഡി വെക്കാൻ പറ്റുകയുള്ളൂ. ಐಸಿಯು ನಲ್ಲಿ 2 ಗಂಟೆ ಮಾತ್ರನೇ ಇಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯ. ആ ബോഡി ഞാനും എന്റെ കൂട്ട സഹോദരനും ഒരു സ്ട്രെച്ചറിലേക്ക് മാറ്റി നേരെ കൊണ്ടുപോയി മോർച്ചറിലേക്ക് വെച്ചു. ಅಲ್ಲಿಂದ ಆ ಒಂದು ಮೃತದೇಹವನ್ನ ಎತ್ತುಕೊಂಡು ನಾನು ಇನ್ನೊಬ್ಬ ಸಹೋದರನು ಎತ್ತುಕೊಂಡು ಮೃತದೇಹವನ್ನ ಸಭಾಹಾರದಲ್ಲಿ ನಾನು ಇಟ್ಟೆ. സിഖ് ആചാരപ്രകാരമാണ് തന്നെ അടക്കേണ്ടത്, കത്തിക്കണം. ಆ ಮೃತದೇಹವು ಸಿಖ್ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ ಮರಣೋತ್ತರ ಕ್ರಿಯೆಗಳು ಮಾಡಬೇಕು. സിഖിലെ റെപ്രസെന്റേറ്റീവ് വന്നു. സിഖ് ആ സിഖ്ನವರು ನನ್ನ ಬಳಿಗೆ ಬಂದರು. ಅವರು പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ തന്നെ ആംബുലൻസിൽ ബോഡി കൊണ്ടുപോകുന്നു. ಅದನ್ನ ಈಗಲೇ ಆ ಒಂದು ಆಂಬುಲೆನ್ಸ್ ನಲ್ಲಿ ಬಾಡಿ ತಗೊಂಡೋಗ್ತೀನಿ. ഞാൻ പറഞ്ഞു 11:30 വരെ ഞാൻ സർവീസ് പിടിച്ചിട്ട് 12 മണിക്കകം വരാം, 12 മണി വരെ ദയവായിട്ട് ആ ബോഡി ഒന്ന് വെക്കണമെന്ന് പറഞ്ഞു. 11:00ವರೆಗೆ ಆ ಒಂದು ಆರಾಧನಾ ಕೂಟವನ್ನು ಮುಗಿಸಿ 12 ಗಂಟೆಗೆ ನಾನು ಬರುತ್ತೇನೆ, ಅಲ್ಲಿಯ ತನಕ ನೀವು ಕಾದಿಡಬೇಕು ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡೆ. അവര് ഞങ്ങളെ ആദരിച്ചു. ഞങ്ങൾ ഒരു 10-35 പേര് നമ്മുടെ ആ സഹോദരന് വേണ്ടി അവിടെ പോയി നിന്ന് സകലവും ചെയ്യുവാനിടയായി. ನಮ್ಮ ಮನವಿಯನ್ನು ಅವರು ಅಂಗೀಕರಿಸಿದರು. ನಾನು 20-35 ಜನ ಅಲ್ಲಿಗೆ ಹೋಗಿ ಅದರಲ್ಲಿ ಭಾಗವಹಿಸಿದವು. നിങ്ങൾ ഓർക്കുക, ഞായറാഴ്ച രാവിലെയാണ്. ಇದು ಭಾನುವಾರ ಬೆಳಗ್ಗೆ ಎಂಬುದನ್ನ ಜ್ಞಾಪಕ ಮಾಡಿಕೊಳ್ಳ್ರಿ. എനിക്ക് ആരാധനയ്ക്ക് ഒരുക്കമുണ്ട്, വരാൻ കഴിയില്ല എന്ന് പറയാം. ನನಗೆ ಆರಾಧನೆ ಇದೆ, ನನಗೆ ಆ ಕೆಲಸಗಳಿದೆ, ಬರ್ಲಿಕ್ಕೆ ಆಗಲ್ಲ ಎಂಬುದಾಗಿ സ്വന്തം പിതാവിന്റെ ബോഡി ഒന്ന് പിടിച്ചു വെക്കുവാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു സഹോദരന് ആ രാവിലെ ഞാൻ ഉപകാരമായി തീർന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ചേതോ വികാരം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ಒಬ್ಬ ಸಹೋದರನಿಗೆ ತನ್ನ ತಂದೆಯ ಮೃತ ಶರೀರವನ್ನ ಎತ್ತಿಡ್ಲಿಕ್ಕೆ ಸಹಾಯ ಮಾಡ್ಲಿಕ್ಕೆ ಆಗದಿರತಕ್ಕಂಥ ಒಂದು ಪರಿಸ್ಥಿತಿ ನನಗೆ ಜರುಗಿದರೆ ಆ ಸಹೋದರನಲ್ಲಿ ಇರುವ ಒಂದು ಮನೋಭಾವ ಎಂತದಾಗಿರುತ್ತೆ ಎಂಬುದನ್ನು ನೀವು ನೆನಪು ಮಾಡಿಕೊಳ್ಳಬೇಕು. അതുകൊണ്ട് കമന്റേഷനിലൂടെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന പ്രിയ കേശവനോട് പറയാനുള്ളത്, ക്രിസ്തീയ ശുശ്രൂഷ ഒരു ലെഷർ ടൈം അല്ല, പ്രത്യുത ദ ബിസിയസ്റ്റ് വർക്ക് ഓഫ് ഗാഡ്. ಅಂದ್ರೆ ದೇವರ ಸೇವೆಗಾಗಿ ಸಿದ್ಧವಾಗಿರುವ ಅಥವಾ ಇಳಿದಿರುವ ಸಹೋದರ ಕೇಶವಕ್ಕೆ ನಾನು ಹೇಳುವಂಥದ್ದು ಏನೆಂದರೆ, ಕರ್ತನ ಸೇವೆ ಎಂಬುದು ಐಷಾರಾಮಾಗಿ ಇರುವಂತಹ ಒಂದು ಕಾರ್ಯವಲ್ಲ. രാവും പകലും പ്രവർത്തിക്കണം. ಸಾಯಂಕಾಲ ಮತ್ತು ರಾತ್ರಿ ಹಗಲು ಕೆಲಸ ಮಾಡಬೇಕು. അതിന്റെ 10ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് വായിക്കുന്നു, 10ನೇ ವಚನದಲ್ಲಿ പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു. ನೆನಪಿನಲ್ಲಿ ಬರೋ ವಿಷಯದಲ್ಲಿ ನಾವು ಎಷ್ಟೋ ಶುದ್ಧರಾಗಿಯೂ നീതിವಂതരാಗಿಯೂ നിർദോഷികളാಗಿಯೂ നടന്നുകൊണ്ടുവോ ಎಂಬುದಕ್ಕೆ ನೀವು ಸಾಕ್ಷಿಗಳು. പ്രവർത്തന മണ്ഡലത്തിൽ പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ ദൈവജനത്തിന് ഉചിതമായ നിലയിൽ ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് നടക്കണം. ಸೇವಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಇಲ್ಲಿ ಹೇಳಿರುವ ಪ್ರಕಾರ ದೇವ ಜನರ ಮಧ್ಯದಲ್ಲಿ ನೀತಿವಂತರಾಗಿಯೂ ಶುದ್ಧರಾಗಿಯೂ ನಿರ್ದೋಷಿಗಳಾಗಿಯೂ ಮಾದರಿಯುಳ್ಳ ಒಂದು ಜೀವಿತವನ್ನು ಜೀವಿಸಿ ಸೇವೆ ಮಾಡಬೇಕು. അതിന്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. 11-12ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋಣ. നമ്മുടെ വാക്കുകൾ അനേകരെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നതുമായിരിക്കണം. ನಮ್ಮ ಮಾತುಗಳು ಪ್ರೋತ್ಸಾಹಿಸುವಂತದ್ದು, ಹುರಿದುಂಬಿಸುವಂತದ್ದು ಆಗಿರಬೇಕು. രാവും പകലും പ്രവർത്തിക്കണം. ಮೊದಲನೇದಾಗಿ ಹಗಲು ರಾತ್ರಿ ಕೆಲಸ ಮಾಡಬೇಕು. വിശുദ്ധിയോടെ നടക്കണം. ಪರಿಶುದ್ಧತೆಯಿಂದ ಜೀವಿಸಬೇಕು. നമ്മുടെ വാക്കുകൾ വളരെ ഉചിതമായിട്ട് പ്രയോജനപ്പെടുത്തണം. ನಮ್ಮ ಮಾತುಗಳು ಸೂಕ್ತವಾಗಿ ಪ್ರಯೋಜನಕರವಾಗಿ ಆಗಬೇಕು. ആർക്കും വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. ಯಾರಿಗೂ ನೋವನ್ನು ಉಂಟು ಮಾಡುವಂತಹ ಮಾತುಗಳು ನಮ್ಮ ಬಾಯಿಂದ ಬಾರದ ಹಾಗೆ ನೋಡಿಕೊಳ್ಳಬೇಕು. ആത്മീക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന വാക്കുകൾ മാത്രം നാം സംസാരിക്കുക. ಆತ್ಮೀಕ ಮೇಲುಗಳನ್ನು ಉಂಟು ಮಾಡುವಂತಹ ಮಾತುಗಳು ನಾವು ಮಾತಾಡಬೇಕು. അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ ಆ ರೀತಿ ನಾವು ಕೆಲಸ ಮಾಡುವಾಗ നമ്മുടെ ശുശ്രൂഷ ഫലകരമായി തീരും. ನಮ್ಮ ಸೇವೆಯು ಫಲದಾಯಕವಾಗಿರುತ್ತದೆ. നാം കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ ಕರ್ತನ ಸೇವೆಯಲ್ಲಿ ಇರುವಾಗ ചില കഷ്ടങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ಕಷ್ಟಗಳು ನಾವು ಅನುಭವಿಸಬೇಕಾಗಿ ആ ಬರುತ್ತದೆ. കഷ്ടങ്ങളുടെ നടുവിൽ ಆ ಕಷ್ಟಗಳ ಮಧ್ಯದಲ್ಲಿ 3 കാര്യങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കും. 3 ಸಂಗತಿಗಳು
ನಿಮಗೆ ಒಂದು ಆಶ್ವಾಸ ಅಥವಾ ಆಸರೆಯನ್ನ ಕೊಡುತ್ತದೆ. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് പരാമർശം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 13ರಿಂದ 20ನೇ ವಾಕ್ಯದ ತನಕ ಇದೆ. ಆದರೆ ನಾನು ಬೇಗನೆ ಕೆಲವು ಮುಖ್ಯಾಂಶಗಳನ್ನು ಹೇಳುತ್ತೇನೆ. ഒന്നാമത്തെ കാര്യം, ദൈവവചനം നമുക്ക് കൂടെയുണ്ട്. ಮೊದಲನೇದಾಗಿ ದೇವರ ವಾಕ್ಯ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರುತ್ತದೆ. God's word in us. ದೇವರ ವಾಕ್ಯವು ನಮ್ಮಲ್ಲಿ ಇದೆ. അതിന്റെ 13ാം വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. 13ನೇ ವಾಕ್ಯ, ಹೀಗಿರಲಾಗಿ ನೀವು ದೇವರ ವಾಕ್ಯವನ್ನು ನಮ್ಮಿಂದ ಕೇಳಿದಾಗ ಅದನ್ನು ಮನುಷ್ಯರ ವಾಕ್ಯವೆಂದೆಣಿಸದೆ ದೇವರ ವಾಕ್ಯವೆಂದೇ ತಿಳಿದು ಅಂಗೀಕರಿಸಿದ್ದಕ್ಕಾಗಿ ನಾವೆಂದು ಎಡಬಿಡದೆ ದೇವರಿಗೆ ಕೃತಜ್ಞತಾ ಸ್ತುತಿ ಮಾಡುತ್ತೇವೆ. അവരിൽ ദൈവവചനം ഉണ്ടായിരുന്നത് കൊണ്ട്, ಆ ಸೇವಕರೊಳಗಡೆ ದೇವರ ವಾಕ್ಯ ಇದ್ದದ್ದರಿಂದ അവരെ അഭിമുഖീകരിച്ച ജനം എന്ത് ചെയ്തു എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ಅವರನ್ನು ಎದುರಿಸಿದ ಜನರು ಏನು ಮಾಡಿದರು ಎಂಬುದನ್ನು ನಿಮ್ಮೊಟ್ಟಿಗೆ ನಾನು They ವಿವರಿಸುತ್ತೇನೆ. appreciated the word. ಅವರು ಆ ದೇವರ ವಾಕ್ಯವನ್ನ ಅವರು ಅಂಗೀಕರಿಸುವುದು, They appropriated the word. ಅವರು ಆ ವಾಕ್ಯಕ್ಕೆ ಅನುಸಾರವಾಗಿದೆ ಎಂಬುದಾಗಿ ಹೇಳಿದರು. They applied the word in their life. ಆ ವಾಕ್ಯವನ್ನು ಅವರ ಜೀವನದಲ್ಲಿ ಅವರು ಅಳವಡಿಸಿದರು. എനിക്ക് വചനമില്ലെങ്കിൽ എന്റെ സമൂഹത്തോട് വചനപ്രകാരം നടക്കാൻ പറയാനുള്ള യോഗ്യത എനിക്കില്ല. ನನ್ನಲ್ಲಿ ವಾಕ್ಯ ಇಲ್ಲದೆ ಇದ್ದರೆ ನನ್ನ ಸಭೆಯವರಿಗೆ, ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇರುವವರಿಗೆ ಆ ವಾಕ್ಯದ ಪ್ರಕಾರ ನಡಿ ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ನನಗೆ ಯಾವ ಅರ್ಹತೆಯೂ ಇಲ್ಲ. So I just encourage dear Keshav that this word should have a deep rooted life experience in your life. ಅಂದರೆ ದೇವರ ವಾಕ್ಯವು ನಿಮ್ಮ ಹೃದಯಗಳಲ್ಲಿ ಆಳವಾಗಿ ಬೇರೂರಿಕೊಂಡು ಅದು ಹೊರಗಡೆ ಕಾಣುವಂತ ರೀತಿಯಲ್ಲಿ ಇರಬೇಕು. Let this word transform the lives around you. ಅಂದರೆ ಈ ಒಂದು ವಾಕ್ಯವು ನಿಮ್ಮನ್ನು, ನಿಮ್ಮಲ್ಲಿ ಸುತ್ತಲಿರುವವರ ಜೀವನವನ್ನ ಮಾರ್ಪಡಿಸಲಿ. അതിന്റെ ഒടുവിലത്തെ 19ാം വാക്യം സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ಸಮಯ ಇಲ್ಲದೆ ಇರುವುದರಿಂದ ನಾನು ಬೇಗನೆ ಹೇಳ್ತೇನೆ. 19ನೇ വാക്ಯ, നമ്മുടെ കർത്താവായ യേശുവിന് മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. നിങ്ങളുമല്ലയോ, ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. 2:19, ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಪ್ರತ್ಯಕ್ಷನಾಗುವಾಗ ಆತನ ಮುಂದೆ ನಮ್ಮ ಭರವಸವು, ನಮ್ಮ ಸಂತೋಷವು, ನಾವು ಹೊಗಳಿಕೊಳ್ಳುವ ಜಯಮಾಲೆಯು ಯಾರು? ನೀವೇ ಅಲ್ಲವೇ? ഇവിടെ പറയുകയാണ്, ഒരു കിരീടം എനിക്കായിട്ടുണ്ട്. ನನಗೊಂದು ಜಯಮಾಲೆ ಉಂಟು. എന്ത് കിരീടമാണ്? പ്രശംസാ കിരീടം. ಆ ಜಯಮಾಲೆ ಎಂತದ್ದು? ಅದು ಪ್ರಶಂಸೆಯ The ಜಯಮಾಲೆ, crown of rejoicing. ಅದು ಸಂತೋಷದ ಜಯಮಾಲೆ. ആർക്കാണ് ഈ കിരീടം കൊടുക്കുന്നത്? ಈ ಜಯಮಾಲೆ ಯಾರಿಗೆ ಸಿಗುತ್ತದೆ? The soul winners. ಆ ಆತ್ಮಗಳನ್ನು ಗೆಲ್ಲುವವರಿಗೆ. The one who reach the unreached. ಆದರೆ ತಲುಪದ ಸ್ಥಳದಲ್ಲಿ ಹೋಗಿ ಸೇವೆ ಮಾಡುವವರಿಗೆ. The one who bring the soul to Christ. ಆತ್ಮಗಳನ್ನ ಕ್ರಿಸ್ತನ ಕಡೆಗೆ ആത്മാക്കളെ നേടിയാലുള്ള സന്തോഷം, ಆತ್ಮಗಳನ್ನ ಪಡ್ಕೊಳ್ಳುವಾಗ ಇರುವಂತಹ ಸಂತೋಷ. ലോകം എന്നെ ആദരിച്ചില്ലെങ്കിലും, ಲೋಕ ನಿನ್ನನ್ನು ಸನ್ಮಾನಿಸದೆ ಹೋದರು, ലോകം എന്നെ പരിഗണിച്ചില്ലെങ്കിലും, ಲೋಕವು ನಿನ್ನನ್ನು ಪರಿಗಣಿಸದೆ ಹೋದರು, എനിക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. ನನಗೆ ನಾನು ನೆನೆಸಿಕೊಳ್ಳುವಂತಹ ഒരു ദിവസം വരുമ്പോൾ എന്റെ തലയിൽ പ്രശംസാ കിരീടത്തിന് ഞാൻ അർഹനായിരിക്കുന്നു. ಒಂದು ದಿವಸ ಬರ್ತದೆ, ಆ ದಿವಸದಲ್ಲಿ ಆತ್ಮಗಳನ್ನ ಗೆದ್ದುಕೊಂಡ ಒಂದು ಪ್ರಶಂಸೆಯ ಜಯಮಾಲೆಯು ನನ್ನ ತಲೆ ಮೇಲೆ ಧರಿಸುವಂತದ್ದಾಗಿದೆ. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ನನ್ನ ಪ್ರಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ഇത് സുവിശേഷന്മാർക്ക് മാത്രമുള്ള ജോലിയല്ല. ಈ ಒಂದು ಸೇವೆಯು, ಈ ಒಂದು ಕೆಲಸವು ಸ್ವಾರ್ಥ ಸೇವಕರಿಗೆ ಮಾತ್ರ ಸೀಮಿತವಾದದ್ದಲ್ಲ. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ഒരു കാരണമായി തീരട്ടെ. ರಕ್ಷಣೆ ಹೊಂದದವರು ರಕ್ಷಣೆ ಹೊಂದಲಿಕ್ಕೆ ಪ್ರಿಯ ವಿಶ್ವಾಸಿಗಳೇ ನೀವು ಕಾರಣರಾಗಲಿ. വേദപുസ്തകത്തിൽ 5 കിരീടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ಸತ್ಯವೇದದಲ್ಲಿ 5 ಜಯಮಾಲೆಯ ಕುರಿತಾಗಿ ಹೇಳುವುದು. ഞാൻ ഇങ്ങനെ പറഞ്ഞ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ಅವುಗಳನ್ನು ಬೇಗನೆ ಹೇಳಿ ಮುಗಿಸುತ್ತೇನೆ. ഒന്നാമത്തെ കിരീടം നാം ഇവിടെ കണ്ട ആത്മാക്കളെ നേടുന്നവർക്ക് കിട്ടുന്ന പ്രശംസാ കിരീടം. ಮೊದಲನೆಯ ಆ ಒಂದು ಜಯಮಾಲೆ ಯಾವುದಿದೆ? ಆತ್ಮಗಳನ್ನ ಸಂಪಾದಿಸುವವರಿಗೆ ದೊರಕುವಂತ ಜಯಮಾಲೆ. 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. ತಿಮೋಥಿ 4:7 ನಾವು ನೋಡುತ್ತೇವೆ. 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-ാം വാക്യം. ഓക്കെ, കന്നഡದಲ್ಲಿ 8, ഞാൻ നല്ലപോർ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുള്ള കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ಕನ್ನಡದಲ್ಲಿ 4:8, ನೀತಿವಂತರಿಗೆ ದೊರಕುವ ಜಯಮಾಲೆಯು ಮುಂದೆ ನನಗೆ ಸಿದ್ಧವಾಗಿದೆ. അവിടെ നീതിയുള്ള കിരീടം പറയുകയാണ്. ಇಲ್ಲಿ ನೀತಿಯ ಒಂದು ಜಯಮಾಲೆ, അതെല്ലാവർക്കും ഉള്ളതാണ്. ಅದು ಎಲ್ಲರಿಗೂ ದೊರಕುವಂತದ್ದು. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവവിശ്വാസികൾക്കൊക്കെ, ರಕ್ಷಣೆ ಹೊಂದಿರತಕ್ಕಂತ ವಿಶ್ವಾಸಿಗಳಿಗೆ ದೊರಕುವಂತದ್ದು. ഒരു കിരീടം പോലും കിട്ടാത്ത ഒരു വിശ്വാസിയുമില്ല. ಒಂದು ಕಿರೀಟವಾದರೂ ದೊರಕದೇ ಇರುವಂತಹ ಒಬ್ಬ ವಿಶ್ವಾಸಿಗಳು. പക്ഷേ നിങ്ങൾ ഈ 5 കിരീടം തലയിൽ വെക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ಆದ್ರೆ ನನ್ನ ಬಯಕೆ ಏನೆಂದರೆ ಈ 5 ಕಿರೀಟಗಳು ನನ್ನ ತಲೆಯ ಮೇಲೆ ಧರಿಸಿಕೊಳ್ಳಬೇಕು. ഇവിടെ ഒന്നാമത്തെ കിരീടം ആത്മാക്കളെ നേടുന്നവർക്കാണെങ്കിൽ, ಮೊದಲನೆಯ ಕಿರೀಟವು ಆತ್ಮಗಳನ್ನು ಸಂಪಾದಿಸುವವರಿಗೆ ದೊರಕುವುದಾದರೆ, നീതിയുടെ കിരീടം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ലഭിക്കുകയാണ്. ನೀತಿಯ ಕಿರೀಟವಾದದ್ದು ರಕ್ಷಣೆ ಹೊಂದುವ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ದೊರಕುವಂತದ್ದು. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം.
James chapter 1 verse 12. ಯಾಕೋಬನು 1:12 ನೋಡೋಣ. ಯಾಕೋಬ 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. ಕಷ್ಟವನ್ನು ಸಹಿಸಿಕೊಳ್ಳುವವನು ಧನ್ಯನು, ಅವನು ಪರಿಶೋಧಿತನಾದ ಮೇಲೆ ಜೀವವೆಂಬ ಜಯಮಾಲೆಯನ್ನು ಹೊಂದುವ. പരിശോധനകളെ അതിജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടം, ಅಂದ್ರೆ ಪರಿಶೋಧನೆಯನ್ನ ಜಯಿಸುವವನಿಗೆ ದೊರಕುವಂತ ಜಯಮಾಲೆ ജീവ കിരീടം. ಅದು ಜೀವವೆಂಬ ಜಯಮಾಲೆ. പ്രശംസാ കിരീടം ആത്മാക്കളെ നേടുന്നവർക്ക്, ಪ್ರಶಂಸೆಯ ಜಯಮಾಲೆಯು ಆತ್ಮಗಳನ್ನು ಸಂಪಾದಿಸಿಕೊಳ್ಳುವವರಿಗೆ. നീതിയുടെ കിരീടം എല്ലാ രക്ഷിക്കപ്പെട്ടവർക്കും, ನೀತಿಯ ಜಯಮಾಲೆ ಎಲ್ಲಾ ರಕ್ಷಣೆ ಹೊಂದಿದ ವಿಶ್ವಾಸಿಗಳಿಗೆ. ജീവ കിരീടം ജയിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളെ ജയിക്കുന്നവർക്ക്. ಜೀವವೆಂಬ ಜಯಮಾಲೆಯು ಪರಿಶೋಧನೆಯನ್ನ ಸಹಿಸಿಕೊಳ್ಳುವವರಿಗೆ. 1 കൊരിന്ത്യർ 9:25 ಮೊದಲನೇ ಕೊರಿಂಥ್ಯ 9:25. അംഗം വരുന്നവരൊക്കെയും സകലത്തിൽ വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാം വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ಅದರಲ್ಲಿ ಹೋರಾಡುವವರೆಲ್ಲರೂ ಎಲ್ಲಾ ವಿಷಯಗಳಲ್ಲಿ ಮಿತವಾಗಿರುತ್ತಾರೆ, ಅವರು ಬಾಡಿ ಹೋಗುವ ಜಯಮಾಲಿಕೆಯನ್ನು ಹೊಂದುವುದಕ್ಕೆ ಸಾಧನೆ ಮಾಡುತ್ತಾರೆ. ನಾವಾದರೂ ಬಾಡಿ ಹೋಗದ ಜಯಮಾಲಿಕೆಯನ್ನು ಹೊಂದುವುದಕ್ಕೆ ಕ್ರೌನ್ ಆಫ್ ಇನ್ಕರಪ್ಷನ್, ಅಂದರೆ ಹಾಳಾಗದ ಅಥವಾ ನಾಶವಾಗದ ಜಯಮಾಲೆ, വാടാത്ത കിരീടം, ವಾಡದ ಜಯಮಾಲೆ. ആർക്കാണ് ഇത് ലഭിക്കുന്നത്? ಯಾರಿಗೆ ದೊರಕುತ್ತದೆ? The one who master his old nature. ಹಳೆಯ ಸ್ವಭಾವದ ಮೇಲೆ ನಿಯಂತ್ರಣವನ್ನ ಇಟ್ಟುಕೊಂಡಿರುವ ಅಥವಾ ನಿಯಂತ್ರಣವನ್ನು ಸಾಧಿಸಿರುವ ವ್ಯಕ್ತಿಗೆ. വേർപാട് ജീവിതം നയിക്കുന്നവർക്ക് കിരീടം ഉണ്ടെന്നേ. ಒಂದು ಪ್ರತ್ಯೇಕವಾದ ಜೀವಿತವನ್ನು ಜೀವಿಸುವವರಿಗೆ ಒಂದು ಜಯಮಾಲೆ ಇದೆ ಪ್ರಿಯ. ത്യാഗപൂർണമായ ജീവിതം നയിച്ചാൽ കിരീടമുണ്ട്. ತ್ಯಾಗದ ಒಂದು ಜೀವಿತವನ್ನ ಜೀವಿಸುವವರಿಗೆ ಒಂದು ಜಯಮಾಲೆ ಇದೆ. എന്റെ ദൈവം എത്രയോ വിശ്വസ്തനാണ്. ನಮ್ಮ ದೇವರು ಎಷ್ಟು ನಂಬಿಕಸ್ಥನಾಗಿದ್ದಾನೆ. 23ാമത്തെ വയസ്സിൽ ഞാൻ ഈ നിക്കോബാറിലേക്ക് കടന്നു പോകുമ്പോൾ 23ನೇ ವಯಸ್ಸಿನಲ್ಲಿ ನಿಕೋಬಾರ್ ದ್ವೀಪಕ್ಕೆ ನಾನು ಸೇವೆಗಾಗಿ ಹಾದು ಹೋದಾಗ ജീവിതത്തിന്റെ ഒരു സുഖവും ആ നാളുകളിൽ അനുഭവിച്ചിട്ടില്ല. ಜೀವನದ ಯಾವುದೇ ಒಂದು ಒಳ್ಳೆತನವನ್ನ ನಾನು ನನ್ನ ಜೀವನದಲ್ಲಿ ಅನುಭವಿಸಲಿಲ್ಲ. എന്നാൽ ഇന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയും. ಆದರೆ ಇವತ್ತು ಬಹಳ ಸಂತೋಷದಿಂದ ಹೇಳ ಬಯಸುವಂತಹ കർത്താവിന് വേണ്ടി വേർപെട്ടിറങ്ങി ಕರ್ತನಿಗಾಗಿ ನಾನು ಪ್ರತ್ಯೇಕಿಸಿ ನಾನು ಸೇವೆಗೆ ಇಳಿದೆ. ജീവിതത്തിന്റെ അനേക പരുഷമായ ത്യാഗപൂർണമായ വഴികളിലൂടെ കടന്നുപോയി. ಜೀವನದ ಅನೇಕ ಕಷ್ಟ ಸಂಕಟ ಹೊರಟಾದ ಆದಿಗಳ ಮೂಲಕ ಹಾದು ಹೋದೆ. എന്റെ ദൈവം വിശ്വസ്തനാണ്. വാടാത്ത കിരീടത്തിനാലും എന്നെ നടത്തും, ആദരിക്കും. ನನ್ನ ದೇವರು ನಂಬಿಕಸ್ಥನಾದ್ದರಿಂದ ಬಾಡದ ಜಯಮಾಲೆಯಿಂದ ನನ್ನನ್ನು ಆಧರಿಸುತ್ತಾನೆ. 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യം. ಮೊದಲನೇ ಪೇತ್ರ 5:4. 1 പത്രോസ് 5:4. ಮೊದಲನೇ ಪೇತ್ರ 5:4. എന്നാൽ ഇളയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ಹಿರಿ ಕುರುಬನು ಪ್ರತ್ಯಕ್ಷನಾಗುವಾಗ ನೀವು ದೇವ ಪ್ರಭಾವವೆಂಬ ಎಂದಿಗೂ ಬಾಡದ ಜಯಮಾಲೆಯನ್ನು ಹೊಂದುವಿರಿ. അവിടെ വാടാത്ത കിരീടം എന്ന് പറയുന്നത് ദ ക്രൗൺ ഓഫ് ഗ്ലോറി എന്നാണ് മറ്റ് ട്രാൻസ്ലേഷൻ. ಇಲ್ಲಿ ದೇವ ಪ್ರಭಾವ ಎಂಬುದಾಗಿ ಹೇಳಿ ದೇವ ಪ್ರಭಾವವೆಂಬ ಬಾಡದ ಜಯಮಾಲೆ, തേജസ്സിന്റെ കിരീടം പ്രാപിക്കും. ಅಂದ್ರೆ ಮಹಿಮೆಯ ಕಿರೀಟ ಜಯಮಾಲೆಯು ದೊರಕುತ್ತದೆ. പ്രശംസാ കിരീടം ആത്മാക്കളെ നേടുമ്പോൾ ಅಂದ್ರೆ ಪ್ರಶಂಸಾ ಜಯಮಾಲೆಯು ಆತ್ಮಗಳನ್ನು ಸಂಪಾದಿಸುವ. നീതി കിരീടം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും, ನೀತಿಯ ಜಯಮಾಲೆಯು ರಕ್ಷಣೆ ಹೊಂದಿದ ಎಲ್ಲರಿಗೂ, ജീവ കിരീടം പരീക്ഷണങ്ങൾ അതിജീവിക്കുന്നവർക്കും, ಪರಿಶೋಧನೆಯನ್ನು സഹിಸಿಕೊಳ್ಳುವವರಿಗೆ ಜೀವದ ಜಯಮಾಲೆ, വാടാത്ത കിരീടം വ്യത്യസ്തമായിട്ട് വേർപെട്ട ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി പോരാട്ടം തീർക്കുന്നവർക്ക്, ಬಾಡದ ಜಯಮಾಲೆಯು ಪ್ರತ್ಯೇಕಿಸಿ ಕರ್ತನಿಗಾಗಿ ಒಂದು ಪ್ರತ್ಯೇಕವಾದ ಜೀವಿತವನ್ನು ಜೀವಿಸುವವರಿಗೆ, മഹത്വ കിരീടം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, ದೇವ ಪ್ರಭಾವವೆಂಬ ಬಾಡದ ಜಯಮಾಲೆಯು ದೇವರ ಸೇವೆಯಲ್ಲಿರುವವರಿಗೆ. എല്ലാ സഭകളിലും ശുശ്രൂഷകൾക്കായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്നവരുണ്ട്. ಎಲ್ಲಾ ಸಭೆಗಳಲ್ಲೂ ದೇವರ ಸೇವೆಗಾಗಿ ಅನೇಕರನ್ನ ದೇವರು ಎಬ್ಬಿಸುತ್ತಾನೆ. ദൈവം എഴുന്നേൽപ്പിക്കുന്നവരെ സഭ അംഗീകരിക്കുന്നു. ದೇವರು ಎಬ್ಬಿಸುವವರನ್ನ ಸಭೆ ಅಂಗೀಕರಿಸುತ್ತಾರೆ. മാനുഷികമായ ഒരു അപ്പോയിന്റ്മെന്റും ഇവിടെ ഇല്ല. ಮಾನುಷಿಕವಾಗಿ ಯಾವ ಒಂದು ನೇಮಕವೂ ಇಲ್ಲ. ഇവിടെ പ്രിയ കേശവനെ മാനുഷികമായി അപ്പോയിന്റ് ചെയ്യുകയല്ല. ಇಲ್ಲಿ ಸಹೋದರ ಸೇವಕರನ್ನ ಮಾನುಷಿಕವಾಗಿ ನೇಮಕ ಮಾಡುವುದಲ್ಲ. ദൈവം തന്നെ എഴുന്നേൽപ്പിച്ചത് സഭ അംഗീകരിക്കുന്നു. ದೇವರು ತನ್ನನ್ನು ಎಬ್ಬಿಸಿ ಆ സംഗതിಯನ್ನು സഭയെ ಗುರುತಿಸುತ್ತದೆ. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവസഭയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ഇടയശ്രേഷ്ഠൻ, ഇടയന്മാരാണല്ലോ, ഇടയന്മാർക്ക് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ കിരീടം ലഭിക്കും. ಈ ರೀತಿ ನಂಬಿಕೆಯಿಂದ ಸೇವೆ ಮಾಡುವಂತಹ ಸಭಾ ಹಿರಿಯರಿಗೆ ಆ ಹಿರಿ ಕುರುಬನು ಬರುವಾಗ ಈ ಸಾಧಾರಣ ಕುರುಬರಿಗೆ ಇಂತಹ ದೇವ ಪ್ರಭಾವವೆಂಬ ಎಂದಿಗೂ ಬಾಡದ ಜಯಮಾಲೆಯನ್ನು ಕೊಡ್ತಾರೆ ಎಂಬುದಾಗಿ ಪೇತ್ರನ ಪತ್ರಿಕೆಯಲ್ಲಿ ಓದ್ತಾರೆ. ദൈവം ധാരാളമായിട്ട് ഈ സന്ദേശത്തിലൂടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ಈ ಸಂದೇಶದ ಮೂಲಕ ದೇವರು ಹೇರಳವಾಗಿ ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. ഇനി എന്റെ മുൻപിൽ 15 മിനിറ്റ് ഉണ്ട്. 15 ನಿಮಿಷವು ನನ್ನ ಮುಂದೆ ಇದೆ. ഇതിലൂടെ
പ്രത്യേക പ്രിയ കേശവനോട് ഒരു സന്ദേശം അത് മറ്റുള്ളവർക്കും പ്രയോജനമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ಈ 15 ನಿಮಿಷದ ಸಂದೇಶವು ಸಹೋದರ ಕೇಶವಿಗಾಗಿ ಮುಖ್ಯವಾಗಿ ಅವರಿಗಾಗಿ ಮತ್ತು ಎಲ್ಲರಿಗೂ ಇದು ಪ್ರಯೋಜನಕರವಾಗಿರುತ್ತೆ. നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരാം. ಮೊದಲನೇ ಸಮುವೇಲನ ಪುಸ್ತಕ. അവിടെ ഹന്ന തന്റെ പൈതലിനെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന വാക്ക് 1-ാം അധ്യായം 28-ാം വാക്യം. ಮೊದಲನೇ ಸಮುವೇಲ 1:22ರಲ್ಲಿ ಹನ್ನಳು ತನ್ನ ಮಗನನ್ನು ಸಮರ್ಪಿಸುವ ಕಾರ್ಯವನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. 1:28. ಓಕೆ, 1:22ರಲ್ಲಿ ಈ ರೀತಿ ಓದ್ತೇವೆ, ನಾನು ಇವನನ್ನು ಯೆಹೋವನಿಗೆ ಒಪ್ಪಿಸಿಬಿಟ್ಟಿದ್ದೇನೆ, ಇವನು ಜೀವದಂದಿರುವ ತನಕ ಆತನಿಗೆ ಪ್ರತಿಷ್ಠಿತನಾಗಿರುವೆನು ಎಂದು ಹೇಳಿದಳು. ಆಮೇಲೆ ಅವರು ಯೆಹೋವನಿಗೆ ನಮಸ್ಕರಿಸಿದರು. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരാം. 3ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರೋಣ. അതിന്റെ 19-ഉം 20-ഉം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 19-20. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു. 19:3-19-20 ಸಮುವೇಲನು ದೊಡ್ಡವನಾಗುತ್ತಾ ಬಂದನಷ್ಟೇ, ಯೆಹೋವನು ಅವನೊಡನೆ ಇದ್ದದರಿಂದ ಅವನ ಪ್ರವಾದನೆಗಳಲ್ಲಿ ಒಂದು ಬಿದ್ದು ಹೋಗಲಿಲ್ಲ. ಯೆಹೋವನು ಅವನನ್ನು ತನ್ನ ಪ್ರವಾದಿಯನ್ನಾಗಿ ನೇಮಿಸಿಕೊಂಡಿದ್ದ ದಾನ್ ಊರಿನಿಂದ ബേർശേബದ വരെಗಿದ್ದ എല്ലാ ഇസ്രായേലരിಗೂ ಗೊತ್ತಾಯಿತು. ഒരു മാതാവ് തനിക്കുള്ള ദർശനത്തിൽ ഒരു പൈതലിനെ ദൈവത്തിന് സമർപ്പണം ചെയ്യുകയാണ്. ಒಂದು ತಾಯಿಯು ದೇವರು ಕೊಟ್ಟ ದರ್ಶನಕ್ಕೆ ಅನುಸಾರವಾಗಿ ತನ್ನ ಮಗನನ್ನು ದೇವರ ಸೇವೆಗೆ ಸಮರ್ಪಿಸುತ್ತಿದ್ದಾಳೆ. അടുത്ത വാക്ക്, അവൻ വളർന്നു, ಅವನು ಬೆಳೆದನು. ഇന്ന് കേശവന്റെ ദൈവസഭ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അംഗീകരിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ്. ಇವತ್ತು ಸಹೋದರ ಕೇಶವನ್ನ ಸಭೆಯು ಗುರುತಿಸಿ ದೇವರ ಸೇವೆಗೆ ಅವರನ್ನು ಸಮರ್ಪಿಸುತ್ತಿದ್ದಾರೆ. അവൻ വളരണം, ಅವನು ದೊಡ್ಡವನಾಗಬೇಕು. കർത്താവിന്റെ സുവിശേഷ ഘോഷണത്തിൽ അവൻ വളർന്നുകൊണ്ടേയിരിക്കണം. ಸುವಾರ್ತೆಯು ಸಾರುವಂತಹ ಆ ಒಂದು ಸೇವೆಯಲ್ಲಿ ಬೆಳೀತಾ ಬರಬೇಕು. ഇന്നുള്ളതിനേക്കാൾ അവൻ ആത്മീയമായിട്ട് വളരണം. ಇವತ್ತು ಇರುವುದಕ್ಕಿಂತ ಅವರು ಆತ್ಮೀಯವಾಗಿ ಬೆಳೆಯಬೇಕು. ഇന്നുള്ളതിനേക്കാൾ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഇനിയും കാണപ്പെടണം. ಇವತ್ತು ಮಾಡುವಂತಹ ಸೇವೆಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ಹೆಚ್ಚಾಗಿ ಸೇವಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಕಾಣಿಸಿಕೊಳ್ಳಬೇಕು. ഇന്നുള്ളതിനേക്കാൾ തന്റെ ജീവിതത്തിൽ ക്രമീകൃതമായിരിക്കുന്ന ആത്മീക നന്മകൾ തനിക്കുണ്ടാകണം. ಇವತ್ತು ಇರುವುದಕ್ಕಿಂತ ಆತ್ಮೀಯವಾದ ಅಭಿವೃದ್ಧಿಯು ತನ್ನ ಜೀವನದಲ್ಲಿ ಕಾಣಬೇಕು. വളരണം, ಬೆಳೆಯಬೇಕು, വളരണം, ಬೆಳೆಯಬೇಕು, വളരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ಇದೇ ದೇವರ ಬಯಕೆಯಾಗಿದೆ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ಅದಕ್ಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ എന്റെ കർത്താവേ, പ്രിയ സഹോദരൻ കേശവനെ അവിടുന്ന് വളർത്തണമേ. ನಾವು ಈ ರೀತಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ, ಸಹೋದರನಾದ ಕೇಶವನ್ನ ನೀನು ಅಭಿವೃದ್ಧಿಪಡಿಸು ಅಥವಾ ಬೆಳೆಯಿಸು ಎಂಬುದಾಗಿ. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ಮೊದಲನೇ ನಂತರ ವಾಕ್ಯ, ദാൻ മുതൽ ബേർശേബ വരെയുള്ള ജനം തന്നെ വിശ്വസ്ത പ്രവാചകൻ എന്നെണ്ണി. ದಾನ್ ಊರಿನಿಂದ ಬೇರ್ಷೆಬ ವರೆಗಿದ್ದ ಎಲ್ಲಾ ಇಸ್ರಾಯೇಲರಿಗೂ ಗೊತ್ತಾಯಿತು. ಅಂದರೆ ತಾನು ಪ್ರವಾದಿಯನ್ನಾಗಿ ನೇಮಿಸಿಕೊಂಡಿದ್ದ ದಾನ್ ಊರಿನಿಂದ ಬೇರ್ಷೆಬವರೆಗಿದ್ದ ಎಲ್ಲಾ ಇಸ್ರಾಯೇಲರಿಗೂ ಗೊತ್ತಾಯಿತು. കർത്താവിന്റെ വേലയിൽ വിശ്വസ്തത വെളിപ്പെടുത്തണം. ಕರ್ತನ ಸೇವೆಯಲ್ಲಿ ನಂಬಿಕೆಸ್ಥೆಯು ಪ್ರಕಟಪಡಿಸಬೇಕು. അത് കർത്താവ് തന്റെ ദാസന് ധാരാളമായി നൽകട്ടെ. ಅದು ಕರ್ತನು ತನ್ನ ದಾಸನಿಗೆ ಹೇರಳವಾಗಿ ಕೊಡಲಿ. 7-ാം അധ്യായത്തിലേക്ക് വരാം. 7ನೇ ಅಧ್ಯಾಯ അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 15ರಿಂದ 17. വളരെ സത്യയോടെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ಈ ಒಂದು ವಾಕ್ಯವು ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ನೀವು ಕೇಳ್ರಿ. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബഥേലിലും ഗിൽഗാലും മിസ്ബയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ചും അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. ಮೊದಲನೇ ಸಮುವೇಲ 7:15ರಿಂದ 17. ಸಮುವೇಲನು ಜೀವದಂದಿರುವವರೆಗೂ ಇಸ್ರಾಯೇಲರನ್ನು ಪಾಲಿಸುತ್ತಿದ್ದನು. ಅವನು ಇಸ್ರಾಯೇಲರ ನ್ಯಾಯಗಳನ್ನು ತೀರಿಸುವುದಕ್ಕೋಸ್ಕರ ಪ್ರತಿ ವರ್ಷವೂ ಬೇತೇಲ್, ಗಿಲ್ಗಾಲ್, ಮಿಚ್ಚೆ ಎಂಬ ಪಟ್ಟಣಗಳನ್ನು ಸುತ್ತಿ ರಾಮಕ್ಕೆ ತಿರುಗಿ ಬರುತ್ತಿದ್ದನು. ಅಲ್ಲಿ ಅವನ ಸ್ವಂತ ಮನೆ ಇದ್ದದರಿಂದ ಅಲ್ಲಿಯೇ ಯೆಹೋವನಿಗೆ ಒಂದು ಯಜ್ಞವೇದಿಯನ್ನು ಕಟ್ಟಿಸಿ ಇಸ್ರಾಯೇಲರನ್ನು ಪಾಲಿಸುತ್ತಿದ್ದನು. ശുശ്രൂഷയ്ക്ക് സമർപ്പണം ചെയ്യുന്ന പ്രിയ കേശവ് തന്റെ കുടുംബം 4 കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ತನ್ನನ್ನು ಒಪ್ಪಿಸಿಕೊಟ್ಟಿರುವ ಸಹೋದರ ಕೇಶವು ತಮ್ಮ ಕುಟುಂಬದಲ್ಲಿ 4 ಪ್ರಮುಖವಾದ ವಿಷಯಗಳನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋದನ್ನು ಪಾಲಿಸಬೇಕೆಂಬುದನ್ನು ಬೇಗನೆ ಹೇಳಿ ನಾನು ಮುಗಿಸ್ತೇನೆ. ഒന്നാമത്തെ കാര്യം, ಮೊದಲನೇ ವಿಷಯ, should have a continuous service. ಅಂದರೆ ಸೇವೆಯಲ್ಲಿ ಸತತವಾಗಿ ಮುಂದುವರಿಯಬೇಕು. ഒരു 10 വർഷം ശുശ്രൂഷിച്ചു,
10 ವರ್ಷ ಸೇವೆ ಮಾಡಿ ಆಯ್ತು, എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു, ಎಲ್ಲೋ ಆರಾಮಾಗಿ അല്ലെങ്കിൽ ഈ ശുശ്രൂഷ വിട്ട് വേറെ സെക്യുലർ ജോബിലേക്ക് പോയി, ಈ ಸೇವೆಯನ್ನು ಬಿಟ್ಟು ಒಂದು ಲೌಕಿಕವಾದ ಕೆಲಸಕ್ಕೆ ಹೋಗುವಂತದ್ದು അങ്ങനെ ഉണ്ടാകരുത്. ಆ ರೀತಿ ಆಗಬಾರದು. ശമൂവേൽ തന്റെ ശുശ്രൂഷ ജീവപര്യന്തം ಸಮುವೇಲನು ತನ್ನ ಜೀವ ಪರ್ಯಂತ ಆ ಒಂದು ಸೇವೆಯನ್ನು ಮುಂದುವರಿಸಿದ. യഹോവയ്ക്കായി ശുശ്രൂഷ ചെയ്തു. ಆ ಸೇವೆಯು ಯೆಹೋವನಿಗೋಸ್ಕರ ಮಾಡಿದ್ದು. Let Keshav should work for the Lord till his death. ಅಂದ್ರೆ ತನ್ನ ಮರಣದವರೆಗೂ ಕೇಶವು ತನ್ನ ಸೇವೆಯನ್ನು ಕರ್ತನಿಗಾಗಿ ಮಾಡಬೇಕು. തുടർമാനമായ ശുശ്രൂഷ പ്രതീക്ഷിക്കുന്ന ദൈവം ജീവിക്കുകയാണ്. ಸತತವಾಗಿ ಸೇವೆ ಮಾಡುತ್ತಾರೆ ಎಂಬ ನಿರೀಕ್ಷೆಯಿಂದ ಇರುವ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. രണ്ടാമത്തെ കാര്യം, ಎರಡನೇ ವಿಷಯ, അവൻ ആണ്ടുതോറും ബഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടെ വെച്ച് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. ಪ್ರತಿ ವರ್ಷವೂ ಬೆತೇಲ್, ಗಿಲ್ಗಾಲ್, ಮಿಚ್ಚ ಎಂಬ ಪಟ್ಟಣಗಳನ್ನು ಸುತ್ತಿ ರಾಮಕ್ಕೆ ತಿರುಗಿ ಬರುತ್ತಿದ್ದನು. ശമൂവേൽ ഒരിടത്ത് ഇരുന്നിട്ട് ജനം തന്റെ അടുക്കിലേക്ക് വരണമെന്ന് ആജ്ഞാപിച്ചെങ്കിൽ അന്നുള്ള ശക്തനായ പ്രവാചകൻ എന്ന നിലയിൽ സകലരും തന്നിലേക്ക് വരുമായിരുന്നു. ಅಂದ್ರೆ ಸಮುವೇಲನು ಒಂದು ಕಡೆ ಕೂತ್ಕೊಂಡು ಎಲ್ಲಾ ಜನರು ತನ್ನ ಬಳಿಗೆ ಬರಬೇಕೆಂಬುದಾಗಿ ಅವನು ಬಯಸಿದರೆ ಅವನು ಒಂದು ಪ್ರಸಿದ್ಧನಾದ ಪ್ರವಾದಿಯಾದ್ದರಿಂದ ಎಲ್ಲರೂ ಒಂದು ವೇಳೆ ಬರಬಹುದಾಗಿತ್ತು, ಬಂದಿರಬಹುದು. എങ്ങനെയാണ് ശമൂവേൽ വിശ്വസ്ത പ്രവാചകനായത്? ಅವನು ನಂಬಿಕಸ್ಥನಾದ ಒಬ್ಬ ಪ್ರವಾದಿಯಾದದ್ದು അവൻ ചുറ്റി സഞ്ചരിച്ചു. ಅವನು ಸುತ್ತಿ ಸಂಚರಿಸಿದ. എന്തിനാ ചുറ്റി സഞ്ചരിച്ചത്? ಅದಕ್ಕಾಗಿ ಅದನ್ನು ಮಾಡಿದನು. ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ, ಅಂದ್ರೆ ಆ ಜನಗಳ ಬಳಿ ಹೋಗಲಿಕ್ಕೆ, ബഥേലിലുള്ള ജനങ്ങളെ പാർപ്പാൻ, ಬೆತೇಲ್ ಇರುವ ಜನರನ್ನು ನೋಡ್ಲಿಕ್ಕೆ, അവിടെ മിസ്പയിലുള്ള ജനത്തെ കാണുവാൻ, ಮಿಚ್ಚೆಯಲ್ಲಿ ಇರುವ ಜನರನ್ನು ನೋಡ್ಲಿಕ್ಕೆ, ഗിൽഗാലിലുള്ള ജനത്തെ കാണുവാൻ, ಗಿಲ್ಗಾಲಲ್ಲಿ ಇರುವ ಜನರನ್ನು ನೋಡ್ಲಿಕ್ಕೆ. ഇന്ന് അനേക ദൈവദാസന്മാർ ഇരിക്കുന്ന സിംഹാസനത്തിൽ വന്ന് മറ്റുള്ളവർ എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ. ಅನೇಕ ದೇವರ ಸೇವಕರು ತಾವು ಕೂತಿರುವ ಒಂದು ಸಿಂಹಾಸನದಲ್ಲಿ ಕೂತ್ಕೊಂಡು ಎಲ್ಲರೂ ನನ್ನ ಬಳಿಗೆ ಬರಬೇಕೆಂಬುದಾಗಿ ಬಯಸುತ್ತಾರೆ. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഇങ്ങനെയാണ്. ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು 4ನೇ ಅಧ್ಯಾಯದ ಕೊನೆಯ ವಾಕ್ಯ ಈ ರೀತಿ ಇದೆ. ലേവ്യൻ തന്റെ സ്വത്തെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ലേവ്യനായ ഒരു മനുഷ്യൻ, ಅಂದ್ರೆ ಲೇವಿಯನಾದ ಒಬ್ಬ ಮನುಷ್ಯನು ತನ್ನ ಆಸ್ತಿ ಎಲ್ಲ ಮಾರಿ ಅಪೊಸ್ತಲರ ಪಾದಗಳಲ್ಲಿ ಇಟ್ಟನು. ഈ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാൻ അപ്പോസ്തലന്മാർ എവിടെയായിരുന്നു? ಅಪೊಸ್ತಲರ ಪಾದಗಳಲ್ಲಿ ಇಡ್ಲಿಕ್ಕೆ ಅವರೆಲ್ಲಿ ಇದ್ರು? അവര് 3000 പേര് ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടു. ಅಂದ್ರೆ ಒಂದೇ ಒಂದು ಸಂದೇಶದಲ್ಲಿ 3000 ಮಂದಿ ರಕ್ಷಣೆ ಹೊಂದಿದ್ರು. ഒറ്റ പ്രസംഗത്തിലാണ്, ಒಂದೇ ಒಂದು ಪ್ರಸಂಗದಲ್ಲಿ 3000 ಮಂದಿ. പിന്നെ ആയിരക്കണക്കിന് രക്ഷിക്കപ്പെടുക. ನಂತರ ಸಾವಿರಾರು ಮಂದಿ ರಕ್ಷಣೆ ಹೊಂದಿದ್ರು. 10,000-കണക്കിന് ആളുകൾ തങ്ങളുടെ മുൻപിൽ ഇരുന്ന് അപ്പോസ്തലന്മാരെ ബഹുമാനിക്കുന്നു കണ്ടപ്പോൾ അവരൊരു വിഷൻ മറന്നുപോയി. ಅಂದರೆ ಆ ಸಾವಿರಾರು ಮಂದಿ ತಮ್ಮ ಮುಂದುಗಡೆ ಕೂತಿದ್ರು, ಇವರು ಇಲ್ಲಿ ಕೂತಿದ್ರು. ಆಗ ಅವರು ಒಂದು ದರ್ಶನವನ್ನು ಮರೆತು ಹೋದರು. ಗೋ ಅಂಡ್ ಪ್ರೀಚ್ ದ ಗಾಸ್ಪಲ್ ಟು ಎವ್ರಿ ಕ್ರೀಚರ್. ಅಂದ್ರೆ ಎಲ್ಲಾ ಸೃಷ್ಟಿಗೆ ಸುವಾರ್ತೆಯನ್ನು ಸಾರಿರಿ ಎಂಬ ಆಜ್ಞೆಯನ್ನು ಮರೆತು ಹೋದರು. ദർശനം നമുക്ക് നഷ്ടപ്പെടുവാൻ കാരണം നാം ജനങ്ങളിലെ നമ്മിലേക്ക് വിളിക്കുന്നു എന്നതാണ്. ಅಂದ್ರೆ ನಮಗೆ ದರ್ಶನವು ನಷ್ಟವಾಗಲಿಕ್ಕೆ ಕಾರಣ ಏನೆಂದರೆ ಜನರನ್ನು ತಮ್ಮ ಬಳಿಗೆ ಆಕರ್ಷಿಸುವುದರಿಂದಲೇ. എന്നാൽ ദൈവിക ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണം ഗോ ടു ദ പീപ്പിൾ, റീച്ച് ദ ക്രിയേഷൻ. ಅಂದರೆ ದೇವರು ಕೊಟ್ಟಿರುವ ಒಂದು ಆಜ್ಞೆ, ಅದು ಒಂದು ನಿಯೋಗ ಏನೆಂದರೆ ಎಲ್ಲಾ ಸೃಷ್ಟಿಗಳ ಬಳಿ ಹೋಗಿ ಸುವಾರ್ತೆ ಸಾರಿರಿ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ಕೃತ್ಯಗಳು 5ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರುವಾಗ നിങ്ങൾക്കറിയാവുന്ന ഒരു വലിയ തിന്മ നടന്നു. ಅಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಹಾಳು ಅಥವಾ അനാഥരിക്കുന്നു, ಕೇಡು ಸಂಭವಿಸಿತು. വിധവമാരെ പരിഗണിക്കാതിരിക്കുന്നു. ಅಲ್ಲಿ ವಿಧವೆಯರನ್ನ ಪರಿಗಣಿಸುವುದಿಲ್ಲ. അപ്പോസ്തലന്മാരാൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി 7 ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കേണ്ടി വന്നു. ಅಂದ್ರೆ ಅಪೊಸ್ತಲರ ಸೇವೆಯನ್ನ ಮಾಡ್ಲಿಕ್ಕೆ 7 ಮಂದಿ ಸಹಾಯಕರು ಅಥವಾ ಸೇವಕರನ್ನ ಎಬ್ಬಿಸಬೇಕಾಗಿತ್ತು. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ನನ್ನ ಪ್ರಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, നമ്മുടെ സാക്ഷികളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ನಮ್ಮ ಒಂದು ಸಾಕ್ಷಿಯನ್ನು ನಾವು ಪಕ್ಕಕ್ಕೆ ಇಡೋಣ. Let us humble to reach the people, go to the people. ಅಂದರೆ ಜನರ ಬಳಿಗೆ ಹೋಗಲಿಕ್ಕೆ ಬೇಕಾದ ಒಂದು ದೀನತೆ ತಗ್ಗಿಸುವಿಕೆ ನಮ್ಮಲ್ಲಿ. അവൻ എന്റെ അടുക്കിലേക്ക് വരട്ടെ, അവൻ എന്നോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് പറയാതെ, ಅವನು ನನ್ನ ಬಳಿಗೆ ಬರಲಿ, ನನ್ನಲ್ಲಿ ಕ್ಷಮೆ ಕೇಳಲಿ ಎಂಬ എന്റെ കർത്താവ് എന്നെ ക്ഷമിച്ചതുപോലെ ഞാൻ അവനിലേക്ക് കടന്നു ചെല്ലുന്നു. ಕರ್ತನು ನನ್ನನ್ನು ಕ್ಷಮಿಸಿದ ಹಾಗೆ ನಾನು ಅವನ ಬಳಿಗೆ ಹೋಗುತ್ತೇನೆ. ശമൂവേൽ ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളെ സന്ദർശിച്ചു. ಸಮುವೇಲನು ಆ ಊರುಗಳಲ್ಲಿ ಸಂಚರಿಸಿ ಜನರನ್ನ ಅವನು ಸಂದರ್ಶಿಸಿದನು. വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. വിവരിಸಲಿಕ್ಕೆ ಸಮಯ ಇಲ್ಲದಿರುವುದರಿಂದ ಮುಂದಿನ ಅಂಶಕ್ಕೆ ಹೋಗ್ತಾನೆ. അവൻ ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോൾ അവിടെയായിരുന്നു അവന്റെ വീട്. ಅಂದ್ರೆ ಅವನು ಸ್ವಂತ ಮನೆ ಅಲ್ಲಿ ತಿರುಗಿ ಬರುತ್ತಿದ್ದನು. ಅಲ್ಲಿ ಅವನ ಸ್ವಂತ ಮನೆ ಇದ್ದದರಿಂದ ಅಲ್ಲಿ ಯೆಹೋವನಿಗೆ ಒಂದು ಯಜ್ಞವೇದಿಯನ್ನು ಕಟ್ಟಿಸಿದನು. സ്വന്ത ഭവനത്തെ കുറിച്ച് ഒരു വിചാരം ഈ ശമൂവേലിനുണ്ടായിരുന്നു. ഈ സമൂവേലിന് തന്റെ സ്വന്തം മനയെ കുറിച്ചാದ ಒಂದು ವಿಚಾರ ಇತ್ತು. നമ്മുടെ യുവാക്കന്മാർ, പുതുതായിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന യുവാക്കന്മാർക്ക് ഒരു പരിമിതിയുണ്ട്. യൗവനസ്ഥ പ്രായದಲ್ಲಿ ಸೇವೆಗೆ ಇಳಿಯುವವರಿಗೆ ಕೆಲವು ಪರಿಮಿತಿಗಳು ಉಂಟು. ഒരു കമന്റേഷൻ ലെറ്റർ കിട്ടിയാൽ
ಒಂದು ಶುಭಾಶಯ ಪತ್ರ ಲಭಿಸಿದರೆ അവർ പിന്നെ ഈ എയറിൽ ഇങ്ങനെ ಮತ್ತು പറന്നെടുക്കുക. ಅವರು ಆಕಾಶದಲ್ಲಿ ಹಾರಾಡ್ತಾ ಇರ್ತಾರೆ. അവർക്ക് പിന്നെ സ്ഥലസഭയെ കുറിച്ചുള്ള ഒരു ചിന്തയില്ല. ಮತ್ತು ಸ್ಥಳೀಯ ಸಭೆಯ ಕುರಿತಾಗಿ ಯಾವ ಚಿಂತೆಯೂ മറ്റ് ലോകം മൊത്തം ശുശ്രൂഷ ചെയ്യും, പക്ഷെ സ്ഥലസഭയ്ക്ക് ഈ സഹോദരൻ മിക്കവാറും കിട്ടാറില്ല. ಅವರು ಪ್ರಪಂಚದ ಅತ್ಯಂತ ಓಡಿ ನಡೆದು ಸೇವೆಯನ್ನು ಮಾಡ್ತಾರೆ, ಆದರೆ ಅವರು ಅವರನ್ನು ಕಳಿಸಿರುವ ಸಭೆಯ ಕುರಿತಾಗಿ ಅದು ಅವರು ಇರುವ ಸಭೆಯ ಕುರಿತಾಗಿ ಯಾವ ಒಂದು ಆಸಕ್ತಿ ಇರುವುದಿಲ್ಲ. ദൈവം നിങ്ങൾക്ക് ധാരാളം ശുശ്രൂഷ നൽകട്ടെ, ದೇವರು ಹೇರಳವಾಗಿ ಸೇವೆಯನ್ನು ಕೊಡಲಿ, പക്ഷേ നിങ്ങൾ ജിൻഡാൽ അസംബ്ലിയെ മറക്കരുത്. ಆದರೆ ಜಿಂಡಾಲ್ ಸಭೆಯನ್ನು ಮರೆಯಬಾರದು. ഈ സഭ ഉണ്ടാകാൻ കാരണമായ അഗപ്പെ അസംബ്ലിയെ മറക്കരുത്. ಈ ಸಭೆಗೆ ಕಾರಣವಾದ ಅಗಪ್ಪ ಸಭೆಯನ್ನು നിങ്ങളെ ಮರೆಯಬಾರದು. രാവും പകലും പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഈ ദൈവജനത്തെ മറക്കരുത്. ರಾತ್ರಿ ಹಗಲು ನಿಮ್ಮನ್ನು ನೆನಪು ಮಾಡುವಂತಹ ಈ ಸಭೆಯವರನ್ನು ನೀವು സമയം കിട്ടുമ്പോഴേക്ക് വരണം. ಅವರ ಬಳಿಗೆ ಹೋಗಬೇಕು. ഒരുപക്ഷെ നിങ്ങൾ വേറൊരു സ്ഥലത്ത് ശുശ്രൂഷ ആരംഭിച്ച് സഭ ആരംഭിച്ചാൽ പോലും നിങ്ങളെ ശുപാർശ ചെയ്ത ഈ കമന്റിംഗ് അസംബ്ലി ഒരു കാലത്തും മറക്കരുത്. ಒಂದು ವೇಳೆ ನೀವು ಇನ್ನೊಂದು ದೂರದ ಸ್ಥಳದಲ್ಲಿ ಹೋಗಿ ಸೇವೆ ಮಾಡಿ ಅಲ್ಲಿ ಸಭೆ ಆರಂಭವಾಗಿ ಅಲ್ಲಿ ಸೇವೆ ಮಾಡುವುದಾದರೂ ನಿಮ್ಮನ್ನು ಆರಿಸಿ ಸಮರ್ಪಿಸಿ ಶಿಫಾರಸು ಮಾಡಿದಂತ ಸ್ಥಳೀಯ ಸಭೆಯನ್ನು ಮರೆಯಬಾರದು. ശമൂവേൽ രാമയിലേക്ക് വന്നു, അവിടെയായിരുന്നു അവന്റെ വീട്. ಸಮುವೇಲನು ರಾಮಕ್ಕೆ ಬಂದನು, ಅಲ್ಲಿ ಅವನ ಮನೆ ಇತ್ತು. എന്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഒടുവിലത്തെ വാക്ക് പറഞ്ഞ് ನನ್ನ അവസാനിപ്പിക്കുന്നു. ಸಮಯ ಮುಗಿದು ಹೋಗಿರುವ കാരണದಿಂದ അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. ಅವನು ಅಲ್ಲಿ ಒಂದು ಯಜ್ಞವೇದಿಯನ್ನು ಕಟ್ಟಿದನು. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. ಯೆಹೋವನಿಗೋಸ್ಕರ ಒಂದು ಯಜ್ಞವೇದಿಯನ್ನು ಕಟ್ಟಿದನು. Worship was the most important element in Samuel's life. ಸಾಮುವೇಲನ ಜೀವಿತದಲ್ಲಿ ಆರಾಧನೆಯು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದ ಒಂದು ಅಂಶವಾಗಿತ್ತು. എന്ത് തിരക്കുണ്ടായാലും ಎಷ್ಟೇ ಬಿಸಿಯಾಗಿರಲಿ ആരാധന മുടങ്ങരുത്. ಆದರೆ ಆರಾಧನೆಯು ನಿಂತು ಹೋಗುವುದಿಲ್ಲ. എവിടെ നിന്നെല്ലാം വിളികൾ വന്നാലും ಎಲ್ಲೆಲ್ಲಿ ಏನೇ ಸಮಸ್ಯೆಗಳು ಬರಲಿ ഈ സത്യോപദേശത്തിൽ ആരാധിക്കുന്ന സഭയിലൊഴികെ ആരാധനയ്ക്ക് പോകരുത്. ಅಂದರೆ ಈ ಒಂದು ಸ್ವಸ್ಥ ಬೋಧನೆಯನ್ನು ಬೋಧಿಸುವಂತಹ ಸಭೆಯನ್ನು ಹೊರತುಪಡಿಸಿ ಬೇರೆ ಯಾವ ಸಭೆಯಲ್ಲೂ ಆರಾಧನೆಗೆ എന്നെ ಹೋಗಬಾರದು. ഒരുപാട് സഭകൾ വിളിക്കാറുണ്ട്. ಇವತ್ತು ನನ್ನನ್ನು ಅನೇಕ ಸಭೆಗಳು ಕರೀತಾರೆ. ഞാൻ ഒരു കാര്യം പറയും, ನಾನು ಒಂದು ವಿಷಯ ಹೇಳ್ತೇನೆ, ഞായറാഴ്ച വരത്തില്ല. ಭಾನುವಾರ ನಾನು ಬರುವುದಿಲ್ಲ. എന്റെ ഈ ഉപദേശത്തിൽ നിൽക്കുന്ന വിശ്വാസികളോട് കൂടെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ಈ ಒಂದು ಸ್ವಸ್ಥ ಬೋಧನೆಗೆ ಅನುಸಾರವಾಗಿ ಇರುವಂತಹ ವಿಶ್ವಾಸಿಗಳು ಇರುವ ಸಭೆಯಲ್ಲಿ ಮಾತ್ರ ನಾನು ಆರಾಧನೆ ಮಾಡ್ತೇನೆ. ആരാധനയ്ക്ക് പ്രമാണമുണ്ട്, ಆರಾಧನೆಗೆ ಒಂದು ಕ್ರಮ ಇದೆ, ഉപദേശമുണ്ട്, ಒಂದು ಬೋಧನೆ ಇದೆ, അതിനൊരു നിഷ്കർഷയുണ്ട്. ಅದಕ್ಕೆ ಒಂದು ನಿಷ್ಕರ್ಷ ಇದೆ. അത് മറക്കരുത്, ಅದು ಮರೆಯಬಾರದು, അത് മറക്കരുത്. ಅದು ಮರೆಯಬಾರದು. ശമൂവേലിൽ കണ്ട 4 ഗുണങ്ങൾ. ಸಮುವೇಲನಲ್ಲಿ ನೋಡಿದ 4 ಸಂಗತಿಗಳು. ജീവപര്യന്ത ശുശ്രൂഷ, ಅವನು ಜೀವ ಪರ್ಯಂತ ಸೇವೆ ಮಾಡಿದನು. 2 ജനങ്ങളിലേക്ക് ചെന്നു. ಎರಡನೇದಾಗಿ ಜನಗಳ ಬಳಿ ಇಳಿದು ಹೋದನು. 3 സ്വന്തം വീടിനെ കുറിച്ച് ഒരു വലിയ ഭാരവും വിശ്വസ്തതയും ഉണ്ടായിരുന്നു. ಮೂರನೇದಾಗಿ ಅವನ ಸ್ವಂತ ಮನೆಯ ಕುರಿತಾಗಿ ಒಂದು ಭಾರ ಇತ್ತು ಮತ್ತು ಅವನು ಆ ಮನೆಗೆ ನಂಬಿಕೆಸ್ಥನಾಗಿದ್ದನು. 4 ദൈവത്തെ പൂർണ്ണമായിട്ടും വ്യവസ്ഥയോടുകൂടി ആരാധിക്കുന്നവനുമായിരുന്നു. 4ನೇದಾಗಿ ವ್ಯವಸ್ಥೆಯಿಂದ ಸಿದ್ಧವಾದ ರೀತಿಯಲ್ಲಿ ದೇವರನ್ನು ಆರಾಧಿಸುವವನಾಗಿದ್ದನು. ഞാൻ ഒരുപാട് ദേശങ്ങളിൽ പോയിട്ടുണ്ട്. ನಾನು ಅನೇಕ ರಾಜ್ಯಗಳಲ್ಲಿ ಸಂಚರಿಸಿದ್ದೇನೆ. സിംഗപ്പൂർ കടന്നു ചെന്നപ്പോൾ ಸಿಂಗಪೂರ್ಗೆ ಹೋದಾಗ അമോക്യോ ബെഥെസ്ത ചാപ്പലിൽ പോകാനിടയായി. ಅಮೋಕ್ಯ ಬೆತಸ್ತ ಚಾಪಲ್ ಎಂಬ ಸ್ಥಳಕ್ಕೆ ಸಭೆಗೆ ಹೋದೆ ನಾನು. ആ സഭ കമന്റ് ചെയ്ത ഒരു സഹോദരന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ಆ ಸಭೆಯು ಶಿಫಾರಸು ಮಾಡಿದ ಒಬ್ಬ ಸಹೋದರನ ಮನೆಯಲ್ಲಿ ನಾನು ಇಳ್ಕೊಂಡಿದ್ದೆ. ഞാൻ ആ സഹോദരനുമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം ചോദിച്ചു. ಅವರೊಟ್ಟಿಗೆ ನಾನು ಮಾತುಕತೆ ನಡೆಸಿದಾಗ, ബ്രദർ, എങ്ങനെയാണ് നിങ്ങളുടെ കമന്റിംഗ് അസംബ്ലിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുന്നത്? ಅಂದರೆ ಈ ಒಂದು ಶಿಫಾರಸು ಮಾಡಿದ ಸಭೆಯ ಜವಾಬ್ದಾರಿಯು ಅವರು ಹೇಗೆ ನಿರ್ವಹಿಸುತ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ಕೇಳಿದಾಗ താൻ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ മാതൃകയായിട്ട് തോന്നി. ಅವರು ಹೇಳಿದಂತಹ ಒಂದು ಮಾತು ನನಗೆ ಬಹಳ ಉತ್ತಮವಾದ ಒಂದು ಮಾದರಿಯಾಗಿತ್ತು. ഈ സഭയിൽ നിന്ന് കമന്റ് ചെയ്ത ഒരുപാട് പേർ ദേശത്തും സിംഗപ്പൂരിലും വെളിയിലുമുണ്ട്. ಆ ಒಂದು ಸಭೆಯಿಂದ ಶಿಫಾರಸು ಮಾಡಲ್ಪಟ್ಟ ಅನೇಕ ಸೇವಕರು ಸಿಂಗಪೂರ್ನಲ್ಲೂ ಮತ್ತು ಬೇರೆ ದೇಶಗಳಲ್ಲೂ ಸೇವೆ ಮಾಡುತ್ತಿದ್ದಾರೆ. മറ്റൊരു സപ്പോർട്ട് ആഗ്രഹിക്കാത്ത നിലയിൽ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ಅಂದರೆ ಇನ್ನೊಂದು ಕಡೆಯಿಂದ ಆ ಒಂದು ಆರ್ಥಿಕ ಸಹಾಯವನ್ನು ಬಯಸದ ರೀತಿಯಲ್ಲಿ ಈ ಸ್ಥಳ ಸಭೆಯು ನಮ್ಮನ್ನು ಸಹಾಯಿಸುತ್ತಾ ಇದೆ. വർഷത്തിൽ 1-2 പ്രാവശ്യം സഭയിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ അവരുടെ പ്രവർത്തന മണ്ഡലത്തെ നോക്കുവാനും അവരെ എൻകറേജ് ചെയ്യുവാനുമായിട്ട് പറഞ്ഞു വിടും. ವರ್ಷದಲ್ಲಿ 1-2 ಸಾರಿ ಆ ಕಳುಹಿಸಲ್ಪಟ್ಟ ಸಭೆಯಿಂದ ಅವರನ್ನ ಪ್ರೋತ್ಸಾಹಿಸುವುದಕ್ಕಾಗಿ ವರ್ಷದಲ್ಲಿ 1-2 ಸಾರಿ ಸಹೋದರರಲ್ಲಿ ಬಂದು ಪ್ರೋತ್ಸಾಹಿಸುತ್ತಾರೆ. വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ കുടുംബത്തെ ഈ സിംഗപ്പൂർ സഭയിൽ അമേരിക്ക സഭയിലേക്ക് വിളിക്കും. ಅಂದ್ರೆ ವರ್ಷಕ್ಕೆ ಒಂದು ಸಾರಿ ಈ ಒಂದು ಸಭೆಗೆ ಕುಟುಂಬವನ್ನ ಈ ಸಭೆಗೆ ಕರೀತಾರೆ. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണം ആ സഭയ്ക്ക് പറയുകയും എല്ലാവരും വളരെ ഹാർദവുമായിട്ട് ആ കുടുംബത്തെ പരിഗണിക്കുന്നതും ഒരു പരിചയമുണ്ട്. ಆ ಸಭೆಯನ್ನ ಆ ಸೇವಕರನ್ನ ಕುಟುಂಬವನ್ನ ಅಲ್ಲಿಗೆ ಕರೆದು ಅವರನ್ನು ಆಧರಿಸಿ ಅವರ ಸೇವೆಯ ಕುರಿತಾದ ವರದಿಗಳನ್ನು ಕೇಳಿ ಅವರನ್ನ ಪ್ರೋತ್ಸಾಹಿಸುವಂತಹ ಒಂದು ಸಂಗತಿಗಳು. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്താ? ಅದು ನಮ್ಮ ಭಾರತೀಯ ಸಂಸ್ಕೃತಿ ಅಲ್ಲ. നമ്മുടെ ഒരു ലെറ്റർ ഓഫ് കമന്റേഷൻ പോയാൽ മതി,
പിന്നെ തിരിഞ്ഞു നോക്കത്തേ ഇല്ല. ಅಂದರೆ ಅನೇಕರು ಆ ಒಂದು ಶಿಫಾರಸಿನ ಪತ್ರ ಕೈಗೆ ದೊರಕಿದರೆ ನಂತರ ಹಿಂದಿರುಗಿ ನೋಡುವುದಿಲ್ಲ. എന്നാൽ രാജാവിനോട് സംസാരിച്ചപ്പോൾ അഗപ്പെ അസംബ്ലി അങ്ങനെയല്ല എന്നറിഞ്ഞതിൽ ഞാൻ ദൈവത്തെ ರಾಜು ಬ್ರದರ್ ಹತ್ರ ಮಾತನಾಡಿದಾಗ ಅಗಪ್ಪ ಸಭೆ ಆ ರೀತಿ ಅಲ್ಲ ಎಂಬುದಾಗಿ ನಾನು ತಿಳ್ಕೊಂಡು ಅದಕ್ಕೆ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ಆ ಕಳುಹಿಸಿದ ಸಭೆಗೆ ಒಂದು ಜವಾಬ್ದಾರಿ ಇದೆ. നമ്മൾ അയക്കുന്ന സഹോദരനെ ನಾವು ಕಳುಹಿಸುವಂತ ಸಹೋದರನಿಗೆ സഹായിപ്പാൻ കഴിഞ്ഞാൽ സഹായിക്കുക, ಸಹಾಯಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾದರೆ ಸಹಾಯಿಸರಿ. സഹായം ചെയ്തു കൊടുക്കുവാൻ മറ്റുള്ളവരെ കൂടെ സഭ മൂലം അവർ തേടി പോകാതെ ഈ സഭ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ കണ്ടെത്തുക. ಅಂದರೆ ಅವರಿಗೆ ಬೇಕಾದ ಆರ್ಥಿಕ ಸಹಾಯವು ಅವರಾಗಿ ಖುದ್ದಾಗಿ ಹುಡುಕಿ ಕಂಡುಕೊಳ್ಳದೆ ಈ ಸಭೆಯು ಅದಕ್ಕೆ ಬೇಕಾದ ಸಿದ್ಧತೆಯನ್ನ ಮಾಡಬೇಕು. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ಆ ರೀತಿ ಮಾಡುವಾಗ ദൈവദാസനും കുടുംബവും ഈ സഭയോട് ദൈവത്തോടും ഒരുപോലെ വിശ്വസ്തരായിരിക്കും. ಆ ರೀತಿ ನೀವು ಮಾಡುವಾಗ ದೇವರ ಸೇವಕರು ಈ ಸಭೆಗೂ ಮತ್ತು ದೇವರಿಗೂ ನಂಬಿಕಸ್ಥರಾಗಿರ್ತಾರೆ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ನನ್ನ ಪ್ರಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, യഥാർത്ഥ ദർശനമുള്ളവർ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കും. എങ്കിലും അതല്ല ഉത്തരവാദിത്വം എന്ന് സ്ഥലസഭകളെ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ദർശനമുള്ളവർ കർത്താവിൻ്റെ വേലയിൽ നിലനിൽക്കും. എങ്കിലും സഭയുടെ ഉത്തരവാദിത്വം ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചു. ನಿಜವಾದ ದರ್ಶನ ಇರುವ ಒಬ್ಬ ಸೇವಕರು ಯಾವುದೇ ಸಿಕ್ಕಲಿ ಸಿಕ್ಕದೇ ಹೋಗಲಿ ಅವರು ಸೇವೆಯಲ್ಲಿ ಸ್ಥಿರವಾಗಿ ನಿಂತಿರ್ತಾರೆ. ಆದರೂ ಸ್ಥಳೀಯ ಸಭೆಗೆ ಕಳುಹಿಸುವ ಸಭೆಗೆ ಒಂದು ಜವಾಬ್ದಾರಿ ಇದೆ ಎಂಬುದನ್ನು ನಾನು ನೆನಪು ಮಾಡ್ತೀನಿ. ഇന്ന് ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ സ്ഥലസഭയുടെ പൂർണ്ണമായ സഹകരണം. അവരൊരു പൈസ പോലും ആൻ്റെ മനസ്സിലേക്ക് അയക്കാറില്ല. പക്ഷെ അവരെന്നെക്കുറിച്ച് ഒരുപാട് നന്മയുള്ളവരാണ്. ಅಂದರೆ ನಾನು ಇವತ್ತು ನೆಲ ನಿಂತಿರುವುದು ನನ್ನ ಸ್ಥಳೀಯ ಸಭೆಯ ಒಂದು ಪ್ರೋತ್ಸಾಹದಿಂದ. ಅವರು ನನಗೆ ಯಾವುದೇ ಆರ್ಥಿಕ ಸಹಾಯ ಅಂತವನ್ನ ಕಳಿಸೋದಿಲ್ಲ. ಆದರೂ ಅವರ ನಿಜವಾದ ಆತ್ಮೀಯವಾದ ಪ್ರೋತ್ಸಾಹ ನನಗಿರುವುದರಿಂದ ನಾನು ನಿಂತಿದ್ದೇನೆ. നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം അവർ കൈ തുറന്ന് എന്നെ സഹായിക്കും. ಅಂದರೆ ನಾನು ಊರಿಗೆ ನಮ್ಮ ಸ್ವಂತ ಊರಿಗೆ ಬರುವಾಗ ಅವರು ಹೇರಳವಾಗಿ ಅವರ ಸಹಾಯ ಮಾಡ್ತಾರೆ. സഭയുമായി ബന്ധപ്പെട്ടവരെല്ലാം എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ സഭ അവരെ അറിയിക്കും. അവര് പ്രോത്സാഹനമായിരിക്കും. ಅಂದರೆ ಆ ಸಭೆಯು ಬೇರೆಯವರಿಗೆ ನನ್ನನ್ನು ಕುರಿತಾಗಿ ಹೇಳುವುದರಿಂದ ಅವರು ಕೂಡ ಸಹಾಯ ಮಾಡ್ತಾರೆ. ഞാൻ എവിടെ പോയാലും മറ്റാരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ കമന്റിംഗ് അസംബ്ലിക്ക് അറിവുണ്ടായിരിക്കും. ಅಂದರೆ ನಾನು ಎಲ್ಲೇ ಹೋಗಲಿ ಯಾರಿಗೆ ಗೊತ್ತಿಲ್ಲದೇ ಇದ್ರೂ ಸಹ ನನ್ನನ್ನು ಕಳುಹಿಸಿದ ಸಭೆಗೆ ಮಾಹಿತಿ ಇರುತ್ತದೆ. ഒരു കമന്റിംഗ് അസംബ്ലി അതിൻ്റെ യോഗ്യതയും പരിഗണനയും പ്രിയ കേശവിലൂടെയും അനുഭവിപ്പാനിടയാകട്ടെ. ಈ ಒಂದು ಸಭೆಯ ಪರಿಗಣನೆ ಮತ್ತು ಯೋಗ್ಯತೆ ಸೌರ ಕೇಶವು ಅನುಭವಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿ. ദൈവനാമം മഹത്വപ്പെടും. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. വചനം നമ്മളെ ധാരാളമായിട്ട് നടത്തട്ടെ. ದೇವರ ವಾಕ್ಯವು ನಮ್ಮನ್ನು ನಡೆಸಲಿ. താങ്ക് യു. ವಂದನೆಗಳು.